ഗ്ലോറിയസ് ഗോസ്പലിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ വിശുദ്ധ നോയമ്പിലൂടെ കടന്നു പോവുകയാണ്. 15 ദിവസത്തെ നോയമ്പ് ഇപ്പോൾ സഭ ആചരിക്കുകയാണ്, വിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള. മാതാവിന്റെ പ്രാർത്ഥന ഈ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നു പറയാനായിട്ട്. കൂടാതെ സത്യവിശ്വാസം, മാതാവിലൂടെ കാണുന്ന ദൈവികത, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങളോടൊത്ത് അല്പസമയം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ ഒരു ബാരക്കുമോർ പറഞ്ഞിട്ട്, ബാരക്കുമോർ ഒരു കുരിശോട് വരയ്ക്കും. കാരണം നമ്മൾ അതിന് പിന്നാലെ പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി, അല്ലെങ്കിൽ പറയുന്നത് ബാവായും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. അതിന്റെ ഭാഗമായിട്ട് ബാക്കി പറയുന്നത്, പ്രതിവാക്യമായിട്ട് പറയുന്നത്, നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും പ്രാപിച്ചതായ ദൈവത്തിന് സ്തുതി അർപ്പിച്ചതിന് ശേഷം നമ്മളെ തന്നെ അനുഗ്രഹിക്കുന്നതായ ഒരു മെത്തേഡ് ഈ നമ്മുടെ പ്രാർത്ഥന ശൈലിക്കകത്തുണ്ട്. ഞാൻ ഈ ജീവനുള്ള പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത് ജീവൻ നൽകുന്ന പ്രാർത്ഥന, നമുക്ക് ജീവൻ നൽകുന്ന പ്രാർത്ഥനകളാണ് സഭ നമുക്ക് തന്നിട്ടിരിക്കുന്നത്. വിശുദ്ധ സഭയിലൂടെ നമ്മൾ പഠിക്കുന്നതായ പ്രാർത്ഥനകൾ, നമ്മൾ ഓരോ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനകൾ എല്ലാം അതിന് ജീവനുള്ള പ്രാർത്ഥനകളാണ്. അത് എങ്ങനെയാണ്, എന്താന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഈ സമയത്ത് വിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള അല്പകാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിനുശേഷം ഈ സത്യവിശ്വാസത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ആ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഇന്ന് അല്പസമയം ചർച്ച ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ടതായ പാട്ട്, പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് മുമ്പിൽ മറിയാം നിന്നു. അപ്പം മറിയത്തിന്റെ ആ ക്വാളിറ്റി, പ്രാർത്ഥിപ്പാനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്നു. ഇത് ബൈബിളിൽ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണത്തില്ല, കാര്യം ബൈബിളിൽ അതൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ സഭയുടെ പഠിപ്പിൽ അങ്ങനെയല്ല. പ്രാർത്ഥിപ്പാനായിട്ട് എപ്പോൾ മറിയം പ്രാർത്ഥിപ്പാനായിട്ട് നിന്നോ അന്നേരമാണ് അഗ്നിജ്വാലാവൃതനായ ദൂതൻ അവിടെ കടന്നു വരികയും ആ ദൂതൻ ഈ മറിയത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ അവിടെ എഴുതുന്നത്. അപ്പം ദൂതൻ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മറിയത്തെക്കുറിച്ച് ദൂതൻ പറയുന്ന കാര്യങ്ങളും മറിയത്തെക്കുറിച്ച് മനസ്സിലാക്കിയ മത്തായി ശ്ലീഹ എഴുതിയ ഭാഗങ്ങളിലെ കാര്യങ്ങളും മറിയെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ മത്തായി ശ്ലീഹ എഴുതിയ 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പുറം പറയുന്നുണ്ട്, എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ, അപ്പോൾ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയെ കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തു ദൈവമാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ അമ്മ ദൈവത്തിന്റെ മാതാവാണ്. അപ്പൊ അതാണ് മറിയയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതി. കൂടാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ലൂക്കോസ് ശ്ലീഹ ഈ ഭാഗത്തെ കുറിച്ച് എഴുതിയേക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ മാതാവിനെ കുറിച്ച് എഴുതിയേക്കുന്ന ഭാഗം വായിച്ചാല് ഇപ്രകാരമാണ് വായിക്കുന്നത്. കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഈ പരിഭാഷയ്ക്കകത്ത് വ്യത്യാസമുണ്ട്. കൃപ ലഭിച്ചവളെ എന്നല്ല, കൃപ നിറഞ്ഞവളെ എന്ന്. അപ്പം കൃപ ലഭിച്ചവളും കൃപ നിറഞ്ഞവളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആ കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ അന്നേരം ആ വന്ദനസ്വരം കേട്ടിട്ട് ഭ്രമിച്ചു പോവുക. അപ്പോൾ അവളോ ഭ്രമിക്കുന്നു. എന്തിനു ഭ്രമിക്കുന്നു? കൃപ ലഭിച്ചവളെ എന്ന് കേട്ടിട്ടല്ല, കൃപ നിറഞ്ഞവളെ എന്ന് കേട്ടിട്ട് ഇതെന്തൊരു വന്ദനം. അപ്പം ഇവിടെ നമ്മൾ പാട്ടിനകത്ത് കേട്ടു, മറിയോട് പറയുന്നത് മാണിക്യം എന്നാണ്, രാജമാണിക്യമായിട്ട് പറയുന്നത്. അതായത് രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്ക് കൊടുക്കുന്ന ആദരവിലാണ് ഈ ദൂതൻ മറിയത്തെ വന്ദനം ചെയ്യുന്നത്. അതാണ് നേരത്തെ മറിയ എന്ന് പറഞ്ഞ ആരായിട്ട്, സാധു പെങ്കൊച്ച്. ആ സാധു പെങ്കൊച്ചിന് അന്നത്തെ സമൂഹത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വന്ദനമാണ് സ്വർഗത്തിൽ നിന്നും വന്ന ദൂതൻ അറിയിക്കുന്നത്. അത് കേട്ടിട്ടാണ് മറിയയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭ്രമണം വരുന്നത്. അപ്പൊ അത് കേട്ടിട്ട് മറിയോട് പറയാണ്, അപ്പൊ മറിയ എന്തിനാണ് പ്രാർത്ഥിച്ചത്? വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ഒരു ചർച്ച. മറിയ എന്തിനാണ് പ്രാർത്ഥിച്ചത്? കാര്യം മറിയ കന്യാവ്രതം എടുത്ത ഒരു ബാലിക, കന്യാവ്രതം താൻ സ്വീകരിച്ച ഒരു ബാലിക. അപ്പോൾ ഈ കന്യാവ്രതം സ്വീകരിച്ച ഈ ബാലികയ്ക്ക് ഒരു വിവാഹാലോചന വരുന്ന ശേഷം ആ
ആ കുട്ടിക്ക് ഉണ്ടാവുന്നതായ മനോവിഷമങ്ങൾ. കാര്യം തൻ്റെ ജീവിതത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് കന്യാവ്രതം. എന്നാൽ അതിനെ മാറ്റിയിട്ട് ഒരു പുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്നതായ മാനസികമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഞാനങ്ങ് സങ്കല്പിക്കുകയാണ് മറിയ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ദൈവമേ, എനിക്ക് ഇങ്ങനെ ഇഷ്യൂ വരികയാണ്, ഇങ്ങനൊരു പ്രയാസം വരികയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു കാര്യം ഇതാ അവിടെ വരികയാണ്. ഈ കാര്യത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മറിയ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴാണ് മറിയയ്ക്ക് ദൈവത്തിൽ നിന്നും മറുപടിയായിട്ട് ദൂതൻ മുഖാന്തരം ലഭിക്കുന്നതായ ഭാഗങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാവും, അത്യുന്നതപുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ സിംഹാസനം അനുഭവിക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അപ്പൊ മറിയ ദൂതനോട് ഇക്കാര്യമൊക്കെ പറയുകയാണ്. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാതെ എങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇതൊക്കെ നമ്മൾ അടിവരയിട്ട് മനസ്സിൽ ധ്യാനിക്കേണ്ട ഭാഗങ്ങളാണ്. എന്താണ്? മറിയയ്ക്ക് അതുവരെ ഇല്ലാത്ത ഒരു വലിയ വെളിപ്പെടുത്തൽ, ദൈവത്തെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ, ജീവനുള്ള വെളിപ്പെടുത്തൽ കിട്ടുകയാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള വെളിപ്പെടുത്തൽ അവിടെ കിട്ടുകയാണ്. എന്താണത്? ട്രിനിറ്റിയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആദ്യം ലഭിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് മറിയയ്ക്കാണ്. പരിശുദ്ധ ദൈവമാതാവായ മറിയം. ഞാൻ മറിയം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ദൈവമാതാവായ കന്യകയെ മറിയം എന്ന് തന്നെ കേൾക്കുന്നവർ അതിനെ കറക്റ്റ് ചെയ്ത് കേട്ടോണം. അപ്പൊ മറിയ ദൂതനോട് എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ പരിശുദ്ധ ദൈവമാതാവായ കന്യക മറിയം ദൂതനോട് സംസാരിക്കുന്ന ആ സമയത്ത് ദൂതൻ എന്താണ് ഈ കന്യക മറിയത്തോട് പറയുന്നത്? എന്താണ് പറയുന്നത്? ഒന്നാമത് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ജീവൻ കൊടുത്ത ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒന്ന്. രണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇത് പിതാവാൻ ദൈവത്തെ കാണിക്കും. മൂന്നാമത് പറയുന്നതാണ്, ഉത്ഭവിക്കാനിരിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിസ്സാര കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള, സത്യദൈവത്തെക്കുറിച്ചുള്ള ഇത്ര മഹനീയമായ വെളിപ്പാട് ലഭിക്കുന്നത് ഈ പരിശുദ്ധ കന്യക മറിയത്തിലാണ് ആദ്യം ലഭിക്കുന്നത്. ഇവിടെ ആദ്യം ലഭിക്കുന്ന, ഞാൻ പറയും, ആദ്യം ലഭിക്കുന്ന ഈ ട്രിനിറ്റിയെ കുറിച്ചുള്ള ആ വെളിപ്പാട് ലഭിക്കുന്നത് പരിശുദ്ധ കന്യക മറിയത്തെ കുറിച്ചാണ്. അതെങ്ങനെയാണ് ലഭിച്ചത്? പ്രാർത്ഥിക്കാൻ പോയി നിന്ന സമയത്ത് ലഭിച്ച വെളിപ്പാടാണ്. ഈ കന്യക മറിയമിലൂടെയാണ് നമ്മൾ ഇനി ട്രിനിറ്റിയെ മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ ക്രിസ്തു ഇല്ല, ഇവിടെ വേറെ ആരുമില്ല, മറ്റു നമുക്ക് പറഞ്ഞു തരാം. ഇവിടെ കന്യക മറിയത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താണ് ദൈവം, ആരാണ് സത്യ ദൈവം. അത് അനുഭവിച്ച് അറിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കന്യക മറിയം. അപ്പം കന്യക മറിയം ത്രിയേക ദൈവത്തെ അവിടെ മനസ്സിലാക്കുക. കന്യക മറിയം ഈ സമയത്ത് ത്രിയേക ദൈവത്തെ മനസ്സിലാക്കുകയാണ്. എന്താണെന്ന് വീണ്ടും പറയുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ ആവാസം. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിനകത്ത് നമ്മൾ പറയുന്നത്, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്നു. അപ്പം ദൈവത്വം സ്വീകരിക്കുന്നു, മനുഷ്യത്വത്തെ സ്വീകരിച്ച് വിശുദ്ധ പ്രജ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിൽ ഉരുവായിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സാഹചര്യം പ്രാക്ടിക്കൽ ലൈഫിൽ മാതാവ് അനുഭവിക്കുന്ന ആ രംഗമാണ്. ഈ രംഗത്തെയൊക്കെ അങ്ങനെ അതേപടി സഭ ചിത്രീകരിച്ചിരിക്കുന്ന പാട്ടുകളാണ് നമ്മളിവിടെ കേട്ടത്. ആ പാട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവശാസ്ത്രമാണ് എന്ത്? ഈ പറയുന്ന ട്രിനിറ്റിയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ നമുക്ക് കിട്ടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ജനിക്കുവാൻ ഉണ്ടാകാനിരിക്കുന്ന വിശുദ്ധ പ്രജ അത് ആരാണ്? ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ എന്നവൻ വിളിക്കും. അപ്പൊ ദൈവപുത്രൻ പിതാവാൻ ദൈവം, പരിശുദ്ധാത്മാവാ ദൈവം, ട്രിനിറ്റിയെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഒരു ബാറിക്കുമോർ പറഞ്ഞിട്ട് കുരിശിങ്ങനെ വരയ്ക്കും, കുരിശ് വരയ്ക്കും. അപ്പൊ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ 3 വിരല് ഇങ്ങനെ പിടിക്കും, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ 3 വിരലിന്റെയും അവിടെ നമ്മൾ ഈ ട്രിനിറ്റിയെ വളരെ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന, സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ കുരിശ് വര. ഞാൻ പലപ്പോഴും ഈ 3 വിരലിന്റെയും പിടിക്കും, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ 3 വിരലിന്റെയും എക്സ്പ്ലെയിൻ അവിടെ നമ്മൾ ഈ ട്രിനിറ്റിയെ വളരെ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന, സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ കുരിശ് വര. ഞാൻ പലപ്പോഴും
ഈ ആളുകൾ കുരിശ് വരയ്ക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ മധുബായി കയറി ധൂപ്പുകുറ്റിയൊക്കെ വീശുന്ന, അപ്പം ഇങ്ങനെ ധൂപ്പുകുറ്റി വീശി അങ്ങോട്ട് ചെല്ലുമ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ വെക്കും, ചിലർ ഇങ്ങനെ വെക്കും, ചിലർ ചുമ്മാ ഇങ്ങനെ വെക്കും. ഒരു സത്യക്രിസ്ത്യാനി ആണെങ്കിൽ അവനെ പഠിപ്പിച്ചതായ അതിനെ ചെയ്യണം. നെറ്റിയിൽ നിന്ന് നേരെ താഴെ കൊണ്ടുവരണം, ഇടത്തു നിന്നും വലത്തെ തോളിലേക്ക് കൊണ്ടുവരണം. അതിന്റെ ശാസ്ത്രങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ പറയുന്നില്ല. എന്നാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് വൃത്തിയായി ഭംഗിയായി ചെയ്യാനാണ് സഭ പഠിപ്പിക്കുന്നത്. എന്ത് കാര്യം ചെയ്താലും അതിനെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യുക. അപ്പോൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. ഇവിടെ 3 പേരുള്ള ട്രിനിറ്റിയാണ്. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഓരോ പ്രാർത്ഥനയിലും നാം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കും. നാം നമ്മളെ ദൈവത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഒരു സ്ലീബ വരയ്ക്കുമ്പോൾ, സ്ലീബ എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ലീബ സമാധാനത്തിന്റെ അടയാളമാകുന്നു. സ്ലീബയിലേക്ക് നമ്മൾ അടയാളമല്ല, നമ്മൾ സ്ലീബയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും കാണുന്നത് എന്താണ്? സ്ലീബ സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ്. അപ്പൊ ആ സ്ലീബ, ആ ദൈവത്തിന്റെ കർത്താവിനെയാണ് നമ്മൾ ഇവിടെ ധരിക്കുന്നത്. കർത്താവിനെ നമ്മൾ വെച്ച് കർത്താവിനെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ആശീർവദിക്കുകയാണ്. കർത്താവിനെ വെച്ച് നമ്മൾ ആശീർവദിക്കുകയാണ്. ഈ കാര്യം എന്നെ കേൾക്കുന്ന പ്രിയ എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം. അത് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ ധൂപ്പുകുറ്റി വീശുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിനകത്ത് ചിരി വരും. ഒരു ആർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്ന പോലെ ഇങ്ങനെ കൈ ചുമ്മാ കാണിക്കും. കൈ ഇത് ഇങ്ങനെ വെക്കത്തില്ല, ഒന്നിച്ച് വെക്കത്തില്ല, പലതായിട്ട് വെക്കുന്നു. കൈ ഇങ്ങനെ തന്നെ വെക്കണം. ഇതാണ് ട്രിനിറ്റി. ഈ ട്രിനിറ്റിയെ കൊണ്ടാണ് നമ്മൾ നമ്മളെ ആശീർവദിക്കുന്നത്. അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ അനുഗ്രഹം നമ്മളിലേക്ക് പകർന്നു വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം പാവായും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ഇതാണ് ദൈവശാസ്ത്രപരമായിട്ടുള്ള ആദ്യത്തെ പ്രാർത്ഥനയിൽ വരുന്ന ഭാഗം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായ്ക്ക് സ്തുതി എന്നും പറയാം. പക്ഷെങ്കിൽ കുറച്ചുകൂടെ ദൈവശാസ്ത്രീയപരമായിട്ട് പറയുമ്പോൾ ഏറ്റവും നല്ലത് പാവായും പുത്രനും പരിശുദ്ധരുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, അല്ലെങ്കിൽ പിതൃസുത പരിശുദ്ധാത്മാവായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ സ്തുതി നമ്മൾ അങ്ങോട്ട് കരയേറ്റി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്താണ്? നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ ട്രിനിറ്റി എന്താണ്, സത്യദൈവം എന്താണ്? അപ്പൊ ആ സത്യദൈവം എന്ന് പറയുന്നത് ഈ പിതാവും പുത്രനും പരിശുദ്ധരുഹായും കൂടെ കൂടുന്ന ദൈവമാണ്. അതിനെ നമുക്ക് പകർന്നു തന്നത് ആരാണ്? പരിശുദ്ധ സഭയാണ്. സഭയ്ക്ക് ഇവ മനസ്സിലാക്കി കൊടുത്ത ആരാണ്? ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വഹിച്ചത് ആരാണ്? അല്ലെങ്കിൽ കർത്താവിന്റെ മാതാവായിട്ട് പറഞ്ഞ മാതാവാണ് നമ്മൾ ഇത് അനുഭവത്തിൽ, പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതത്തിലെ എക്സ്പീരിയൻസ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം കർത്താവ് ഇവിടെ മറിയയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ദൈവദൂതനിലൂടെ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ഞാൻ, ട്രിനിറ്റിയാണ്. അപ്പം ദൈവം എന്ന് പറയുമ്പോൾ അത് ട്രിനിറ്റിയാണ് എന്ന് വളരെ മനസ്സിലാവുന്ന രീതിയിൽ പകർന്നു കൊടുക്കുക. വീണ്ടും എന്താ സംഭവിക്കുക നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മറിയം അല്പസമയം കഴിയുമ്പോൾ മറിയം എലിസബത്തിന്റെ അടുക്കേക്ക് പോവുകയാണ്. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, മറിയ എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ടത്, മറിയയ്ക്ക് ഈ അനുഭവം ഉണ്ടായി. ഈ അനുഭവം ഒരു സെക്കൻഡ് സമയത്തെ അനുഭവമാണ്. അത് എൻ്റെ ലൈഫിലും മുഴുവൻ ജീവിതത്തിലും അത് മറിയയുടെ ഒരു ജീവിതമായിട്ട് മാറുകയാണ്. ഈ കർത്താവിന്റെ ദൂതൻ പറഞ്ഞു കൊടുത്ത കാര്യം ദൂതൻ പറഞ്ഞു കഴിയുമ്പോൾ ആ മറിയയിലേക്ക് അത് പകർന്നെടുക്കുക, മറിയ അത് അനുഭവിച്ചെടുക്കുക. അപ്പൊ മറിയ അനുഭവിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നു എന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മറിയയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം, ഒപ്പം തന്നെ വയറ്റിൽ ആരുണ്ട്? ദൈവപുത്രനുണ്ട്. അപ്പൊ ഈ ഒരു അനുഭവത്തിലൂടെയാണ് മറിയ ബന്ധപ്പെട്ട് എലിസബത്ത്, യോഹന്നാന്റെ മാതാവായ എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അപ്പം ഈ എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മറിയയുടെ ആ ഭാവവും, മറിയയെ ആരായിട്ടാണ് ചെല്ലുന്നത്? ദൈവത്തെ വഹിച്ചവളായിട്ട്, പിതാവ് കൂടെയുള്ള, പിതാവിന്റെ ശക്തി നിറഞ്ഞവളും പരിശുദ്ധാത്മാവിന്റെ ആവാസമുള്ളവൾ ഒക്കെയായിട്ട് അവൾ ചെല്ലുന്നത്. അല്ല അവൾ ചെറിയ ഒരു ബാലികയായിട്ടല്ല ചെല്ലുന്നത്, ഗർഭവതിയായിട്ട് ബാലികയായിട്ട് മാത്രമല്ല അവിടെ ചെല്ലുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആവാസം അവളിലുണ്ട്,
ദൈവപുത്രൻ തന്റെ ഉള്ളിലുണ്ട്, ദൈവത്തിന്റെ ശക്തി അവളിലുണ്ട്. ഈ ശക്തിയിൽ ചെന്നിട്ടാണ് എലിസബത്തിനെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്ന് വിഷ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെന്ന് വിഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിഷ് ചെയ്യുന്നത് നമുക്കറിയില്ല. സ്ലോമോ എന്നായിരിക്കും സാധാരണ അവർ പറയുന്നത്, അവരുടെ രീതി അതാണ്, സമാധാനം. ഇപ്പൊ നമ്മുടെ അച്ഛന്മാരൊക്കെയാണ് പറയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അതാണ് ആ യഹൂദ മര്യാദ അനുസരിച്ചുള്ള വിഷിങ്. അപ്പൊ നമ്മൾ തിരിച്ചും പറയും, നമ്മളിത് പറയും, അങ്ങയുടെ കൂടെയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ആത്മാവിനോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അങ്ങോട്ട് തിരിച്ചും വിഷ് ചെയ്യുക. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന, ഇതാണ് യഥാർത്ഥ ദൈവമായിട്ടുള്ള സംസർഗം. അപ്പൊ നമ്മൾ ദൈവത്തിന് സ്തുതി അർപ്പിച്ചു. എങ്ങനെ സ്തുതി അർപ്പിച്ചു? ഭാവായും പുത്രനും പരിശുദ്ധനുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്തത് എന്താണ്? ദൈവത്തിന്റെ കരുണയും മനോഗുണവും നമ്മളിലേക്ക് പകർന്നു കിട്ടുകയാണ്. അതാണ് ജീവനുള്ള പ്രാർത്ഥന എന്ന് ഞാനീ പറയുന്നത്. ഇപ്പം അതൊരു അനുഭവമാണ്, അല്ലാതെ മറിയയ്ക്ക് ഇവിടെ അനുഭവമാണ്. ഈ മറിയയുടെ അനുഭവം പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവം ഇല്ല എങ്കിൽ നമുക്ക് ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. മറിയെ ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുവന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ മറിയ അവിടെ ചെന്നിട്ട് എലിസബത്തിനെ വിഷയം നമുക്ക് ഭാഗം. ആ നാളിൽ മറിയ എഴുന്നേറ്റ് മലനാളുകളിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സെഖര്യാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ ഉള്ളി. ഓക്കെ, അതുവരെ അനങ്ങാതെ കിടക്കുന്ന ആ കുഞ്ഞ്, പിള്ള എന്ന് പറയുമ്പോൾ കുഞ്ഞ്, ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുകയാണ്? മറിയയുടെ സ്വരം കേട്ടപ്പോൾ, മറിയയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? സ്ലോമോ അല്ലെങ്കിൽ സമാധാനം, അവരുടെ രീതി അനുസരിച്ച്. നമ്മൾ ഹായ് ഹൗ ആർ യു എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അവരവിടെ പറയുമ്പോൾ സമാധാനം എന്ന് പറയുമ്പോൾ ആ സ്വരം എവിടുന്നാ വന്നേക്കുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ മറിയെ ഒറ്റപ്പെട്ട് മാറ്റി കാണരുത്. മറിയ എന്നൊരു ബാലിയെ മാത്രമായിട്ട് കാണും. മറിയയുടെ ഉള്ളിൽ ക്രിസ്തുവാണ്, അത് ഗർഭപാത്രത്തിൽ ക്രിസ്തുവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി അവളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, പരിശുദ്ധാത്മാവിന്റെ ആവാസം അവൾ നിൽക്കുക. ഇപ്പം ഇതെല്ലാം കൂടെ കൂടിയ ഒരു സ്വരം, മനുഷ്യന്റെ സ്വരം വായിലൂടെ വരുന്നതായ സ്വരത്തിലൂടെ ദൈവം അവിടെ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുകയാണ്? ജീവൻ കൊടുക്കുകയാണ്. അതാണ് പറഞ്ഞത്, ജീവനുള്ള പ്രാർത്ഥന, ജീവൻ കൊടുക്കുക. അവിടെ ആ ഉറങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞിന് ഉത്സാഹം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകുക, സമാധാനം ഉണ്ടാകും. അതവിടെ ചിന്തുക, അതിങ്ങനെ എക്സൈറ്റഡ് ആണ്. നമ്മളൊരാളൊന്ന് വിഷ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഹൗ ആർ യു, നമ്മൾ ഹായ് ഗുഡ് ഹൗ ആർ യു തിരിച്ച് നമ്മൾ ചോദിക്കും. അതാണ് ആ കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷനാണ് റിസൾട്ടാണ് എലിസബത്ത് അനുഭവിക്കുക. എലിസബത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ കുഞ്ഞിങ്ങനെ വയറ്റിൽ കിടന്ന് തുള്ളിച്ചാടും. നമ്മൾ എലിസബത്തിന്റെ ആ റോളൊന്ന് ആലോചിച്ചു. പെട്ടെന്ന് മാതാവിനെ നോക്കിക്കൊണ്ട് എലിസബത്ത് നിൽക്കുക. അപ്പം മാതാവ് വിഷയം കണ്ണിലോട്ട് രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗർഭപാത്രത്തിനകത്ത് കിടന്ന് യോഹന്നാൻ സ്നാപകൻ അവിടെ തുള്ളിക്കടിക്കുക. അപ്പൊ അവിടെ എന്താ സന്തോഷം ഉണ്ടാവുക? ആ വന്ദന സ്വരം കേൾക്കുമ്പോൾ യോഹന്നാൻ ഉണ്ടാകുന്ന അനുഭൂതി, അത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, അതിന് 6 മാസം പ്രായമേ ഉള്ളൂ. ആ സമയത്ത് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സമയമായിട്ടില്ല. അപ്പൊ ഈ സമയത്ത് അവിടെ ഇത് അനുഭവിക്കുകയാണ്. ആര്? ഈ കുഞ്ഞും ഒപ്പം കുഞ്ഞിൻ്റെ കൂടെ ആ മാതാവും ഇതിനെ അനുഭവിക്കുകയാണ്. അപ്പോഴത്തേനും ഈ എലിസബത്ത് എന്തായി? പരിശുദ്ധാത്മാവ് നിറയുക. അവിടെ നോക്കണം. അപ്പോൾ മാതാവിലൂടെ മാതാവിന്റെ സാന്നിധ്യത്തില് ഉള്ള പ്രാർത്ഥനകൾക്ക്, ഇപ്പൊ മാതാവിനെ നമ്മൾ പറയുമ്പോൾ മാതാവിന്റെ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ ആ രീതി, അവരുടെ മര്യാദ രീതി അനുസരിച്ച് മാതാവ് ഇന്നും സജീവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാതാവിന്റെ സന്നിധിയിൽ ചെന്ന് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മറിയം പ്രാർത്ഥിക്കാൻ നിന്നത് ദൈവത്തിന് മുമ്പിൽ എന്ന് പോലെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളും അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിലും, നമ്മളെ സ്നേഹിച്ച് സ്വന്തം ജീവൻ തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിലും, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മുമ്പിലും, ഒപ്പം ഈ തിരുസഭയുടെ മുമ്പിലുമാണ് നമ്മൾ നിൽക്കുന്നത്. ആ സഭയില് മാതാവുണ്ട്, എല്ലാ പരിശുദ്ധന്മാരും ഉണ്ട്. അവിടെ സ്ലീഹന്മാരുണ്ട്, നിബിയന്മാരുണ്ട്, സഹദയന്മാരുണ്ട്. അങ്ങനെ കർത്താവിന്റെ സഭയിൽപ്പെട്ട എല്ലാവരും സജീവരായിരിക്കും. ഈ സജീവമായ സ്ഥലത്ത് ചെന്നിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാകുന്നു? ലൈഫ് ഉണ്ടാകും. അതിന് ലൈഫ് ആക്കി കൊടുക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ ദൈവം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സകലത്തെയും ജീവിപ്പിക്കും.
സകലത്തെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാവുക? ലൈഫ് ഉണ്ടാവും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ലൈഫ് ഉണ്ടാകുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും. അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു, മറ്റുള്ളവർക്കും അതൊരു ആവേശമായിട്ട് മാറ്റുന്നു. മനഃപൂർവ്വം വിളിക്കുന്നു. അപ്പം ഈ പരിശുദ്ധാത്മാവിലൂടെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കേൾക്കുന്നത്. എന്റെ കർത്താവിന്റെ മാതാവ് സ്ത്രീകളിൽ അല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഈ ഭൂമിയിൽ എത്ര സ്ത്രീകളുണ്ട്? ആ സ്ത്രീകളിൽ നീയാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ. ഇത് ആര് പറയുന്നതാണ്? ദൈവിക സ്വരമാണ് ഇവിടെ വരുന്നത്. ഇതൊരു എലിസബത്തിന്റെ സ്വരമല്ല. എലിസബത്തിന് മുമ്പ് മറിയ കണ്ടു കാണും, ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടുത്തെ അനുഭവത്തിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ് ആ ജീവനുള്ള ആ വാക്കുകൾ പറയുകയാണ്. ജീവനുള്ള വാക്കുകൾ ഇതാണ്. എന്താണ്? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ്. ഇതൊക്കെ എത്ര കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് ചില വിഭാഗക്കാരൊക്കെ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഞമ്മിച്ച് കളയും. അത് വായിക്കത്തില്ല ഇവർ. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയുമെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഈ യേശുവിന്റെ അമ്മ എന്നുള്ള സ്ഥാനം അത് മതി. അതിന്റെ അപ്പുറത്തേക്കുള്ള സ്ഥാനം മാതാവിന് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ എടുത്തു പറയട്ടെ, ഞാൻ കേട്ടതായ സഭയുടെ പഠിപ്പീരുകൾ, ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഞാൻ കേട്ടതായ സഭയുടെ പഠിപ്പീര്, സുറിയാനി സഭയുടെ പഠിപ്പീര്, ആ പഠിപ്പീരിലൂടെ ബോധ്യപ്പെട്ടതാണ് ദൈവമാതാവ്. പ്രത്യേകിച്ച് ഈ 5-ാം ധൂപതേനൊക്കെ ഷൂപാസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന സമയത്ത് ഇതൊക്കെ എത്ര സത്യമായ കാര്യങ്ങളാണ്. ഇതിനെയാണല്ലോ ഞാൻ നിരാകരിച്ചതോർത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്, വേവനാതിപ്പെട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ സത്യങ്ങളെ മാറ്റി നിർത്തി വഞ്ചനയുടെ ഉപദേശങ്ങളെ സ്വീകരിച്ചു പോയ അനേക ആയിരങ്ങൾ ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. അപ്പൊ അങ്ങനെ ആ സഭയിലുള്ള ആളുകളെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ധർമ്മം മാത്രമേ ഗ്ലോറിയസ് ഗോസ്പലിനുള്ളൂ. അല്ലെങ്കിൽ ഈ വഞ്ചിക്കപ്പെട്ട് പോയി കിടക്കുന്ന ആളുകളെ സത്യം മനസ്സിലാക്കി അവർ തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് വരുവാനുള്ള ആഹ്വാനം. ഇതിൽ കൂടുതൽ ഇവിടെ ഗ്ലോറിയസ് ഗോസ്പലിന് മറ്റു ഉദ്ദേശങ്ങളൊന്നും ദുരുദ്ദേശങ്ങളൊന്നും ഇതിന്റെ പിന്നിൽ ഇല്ല എന്ന് ഞാൻ ഈ ഭാഗത്തുനിന്നൂടെ എന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് ഈ മാതാവിനോട് എലിസബത്ത് അറിയിക്കുന്നതാണ്, നീ സ്ത്രീയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, വേറെ ആരുമില്ല, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ ആ സൗണ്ട് അവിടെ എന്തായി മാറുകയാണ്? വാക്കുകള് ജീവനുള്ളതായിട്ട് മാറുകയാണ്. എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാവുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ വീണ്ടും അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് മറിയ പറയുകയാണ്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ഉള്ള ആരെയും മഹിമപ്പെടുത്തുന്നത്? എന്നെയല്ല മഹിമപ്പെടുത്തുന്നത്. ഇത്രയൊക്കെയും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട സമയം, ഒന്ന് കോളറൊക്കെ പിടിച്ച് നിന്ന് വെക്കേണ്ട സമയം. അപ്പൊ അതിന് പകരം മറിയ എന്താ പറയുന്നത്? എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. ഇതാണ് മാതാവിന്റെ പ്രാർത്ഥന. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെയും നിങ്ങളുടെയും ഉള്ളം മഹിമപ്പെടുത്തേണ്ടത് നമ്മുടെ അല്ല, മറിച്ച് നമ്മുടെ കർത്താവിനെയാണ്. എന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? എന്റെ രക്ഷിതാവായ ദൈവത്തിൽ രസിക്കുന്നു, ഉല്ലസിക്കുന്നു. എന്റെ ആത്മാവ് എന്ത് ചെയ്യുകയാണ്? എന്റെ ജീവൻ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ എനിക്ക് ജീവൻ തന്ന എന്റെ കർത്താവിൻ്റെയോടുകൂടെ അത് ഉല്ലസിക്കുകയാണ്, അതിൽ സന്തോഷിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥനയുടെ ജീവൻ എന്ന് ഞാൻ ഈ പറയുന്നത്. അതായത് നിത്യജീവന്റെ ഒരു ടേസ്റ്റ് ലഭിക്കുന്ന സമയമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ഈ കാര്യം ആണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതായത് നിത്യജീവൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഫുൾ ടൈം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രാർത്ഥനയിലൂടെ ആ കാര്യത്തിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതാണ് ഓർത്തഡോക്സ് പ്രാർത്ഥനകളുടെയും മറ്റ് പ്രൊട്ടസ്റ്റന്റ് പ്രാർത്ഥനകളുടെ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു, പ്രൊട്ടസ്റ്റന്റ് പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്
ആൾക്കാരൊക്കെ കൂടിയിരിക്കും പറയും, 2 3 പേര് എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുവേ എന്നൊക്കെ പറഞ്ഞാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഓർത്തഡോക്സ് പ്രാർത്ഥന അതല്ല. ഓർത്തഡോക്സ് പ്രാർത്ഥനയിൽ നേരെ സ്വർഗത്തിലേക്ക് കയറേറി പോവുകയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒരു സ്ലീവാക്കെ വരച്ചങ്ങനെ പാർക്കിമാരൊക്കെ പറഞ്ഞിട്ട് അതിനു മുമ്പ് ഒരു 7 മണിയടി സ്വർഗം. ഓരോ ലെവലിലേക്ക് നമ്മൾ കയറി പോകണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ടാണ് ദൈവമേ നിന്റെ മുമ്പാകെ ഞാൻ വന്നിരിക്കും. ദൈവത്തിന്റെ മുമ്പിലാണ് മറിയ ആ കുറച്ചുള്ള പാട്ട് പാടുന്നില്ല, പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് മുമ്പിൽ മറിയ നിന്നു. അപ്പൊ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തോടാണ്. ഒപ്പം നമുക്ക് വേണ്ടി ആ സമയത്ത് ദൈവത്തെ നിരന്തരമായിട്ട് സ്തുതിച്ച് ആരാധിക്കുന്ന ദൂതഗണങ്ങൾ അവിടെയുണ്ട്. അതിനോടൊപ്പം അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പറയുന്നുണ്ട്, അവരോട് കൂടെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും എന്നേക്ക് സ്തുതിപ്പാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഇതൊക്കെ നമ്മുടെ നമ്മുടെ കുർബാനയിലൊക്കെ നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ രംഗത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ്. ഞങ്ങള് ഈ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഈ കൊറോണയുടെ ശേഷം 7 യാമപ്രാർത്ഥനകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ 7 യാമപ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഇന്ത്യൻ ടൈം അനുസരിച്ച് അത് ക്രമീകരിച്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിനകത്ത് നാട്ടിലുള്ള സമയത്ത് 6 തവണയും 6 യാമപ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. കാര്യം ഇത് മിസ്സാകാവുന്നത് ഭയങ്കര സങ്കടമാണ്. കാര്യം ഈ ഒരു സുഖം, ഈ ഒരു അനുഭൂതി നമുക്ക് ജീവൻ പകർന്നു തരുന്ന അനുഭൂതി, അതിനെ നമ്മൾ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പലർക്കും എന്താ പറയുക ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതം മാറ്റാനല്ല, പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതം, പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. ദൈവത്തിന്റെ ഹിതം എന്നിലൂടെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നിലൂടെ നിവൃത്തിയാകണം. മാതാവ് അങ്ങനെയല്ലേ ചെയ്യും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നെ ഭവിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിലൂടെ നടക്കട്ടെ. എത്ര നമ്മൾ അവരുടെ അന്നത്തെ ആ സാഹചര്യം നോക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് എത്ര ആപൽക്കരമാണ്, എത്ര അപായം നിറഞ്ഞതാണ്, എത്ര കഷ്ടപ്പാട് അതിന്റെ പിന്നിലുണ്ട്. അപ്പം മറിയ അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടത്. അന്നേരം പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിലൂടെ ഭവിക്കട്ടെ. അല്ലാതെ നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളോ നമ്മുടെ ഭൗമിക ആവശ്യങ്ങളോ ഒന്നും നമ്മൾ സാധാരണ നമ്മുടെ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഇല്ല. ഇതിന്റെ വ്യത്യാസം ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രൊട്ടസ്റ്റന്റ് പ്രാർത്ഥനയും ഓർത്തഡോക്സ് പ്രാർത്ഥന വ്യത്യാസം പറയുമ്പോൾ, പ്രൊട്ടസ്റ്റന്റ് പ്രാർത്ഥനകൾ ഈ ഭൂമിയെ കേന്ദ്രീകരിച്ചും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ചും നമ്മളെ കേന്ദ്രീകരിച്ചും ഈ പാട്ടുകളെല്ലാം നോക്കി, പ്രൊട്ടസ്റ്റന്റ് രീതിയിലുള്ള പാട്ടുകളെല്ലാം സ്വയത്തെ കേന്ദ്രീകരിച്ചുള്ള എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ. അപ്പൊ എന്നാല് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ എല്ലാം ഫുൾ അത് 100% ദൈവത്തെ കേന്ദ്രീകരിച്ച, ദൈവത്തേക്ക് നോക്കിയിട്ട് പ്രാർത്ഥന പുസ്തകത്തിലൊക്കെ അത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആക്ഷൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ എങ്ങനെയായിരിക്കണം, നമ്മൾ കൈ എങ്ങനെയായിരിക്കണം, സ്വർഗസ്ഥനായ പിതാവിന് ചെല്ലുമ്പോൾ 2 കൈ ഇങ്ങനെ മലർത്തിപ്പിടിക്കണം എന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പഠിപ്പീരിലൂടെ പഠിച്ചു വരുന്ന പ്രാർത്ഥനകൾ അതൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, മറിയ പ്രാർത്ഥിപ്പാൻ നിന്നു. എന്തിനാണ്? ദൈവകാര്യങ്ങൾക്കായിട്ട് മറിയ എന്നെ ഉപയോഗിക്കുക. അതാണ് മറിയയുടെ ആദ്യത്തെ അന്ത്യത്തെ അവസാനത്തോളം മറിയയുടെ പ്രാർത്ഥന അതായിരുന്നു. അപ്പം എത്രയോ കഷ്ടപ്പാടുകൾ, എത്രയോ ബുദ്ധിമുട്ടോടെ വിശുദ്ധ കന്യാമറിയ കടന്നുപോയി. എന്നാല് അവിടെ ഒന്നും ഒരു മറിയ എവിടെയെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു അഴുക്ക് വാക്ക് പറയുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. മറിയ അവിടെയെല്ലാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താണ്? പരിശുദ്ധ ഈ ട്രിനിറ്റിയിലാണ് മറിയം വസിച്ചിരുന്നത്. ട്രിനിറ്റി മറിയത്തിൽ വസിക്കുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് മറിയം കടന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവം, ഒന്ന്, നമ്മുടെ ദൈവം ആരാ? ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്? ഇപ്പൊ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഇവിടെ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 3 അബ്രഹാമിന്റെ ആ ജനറേഷൻ അതിലൂടെ വന്നതായ മതങ്ങൾ. ക്രിസ്തു മതത്തെ നമ്മൾ മതം എന്ന് പറയത്തില്ല, പക്ഷെ മാർഗം എന്നാണ് പറയുന്നത്. എങ്കിലും ക്രിസ്തുവിന്റെ ഇതിനെ മതമാക്കി മാറ്റിയ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പം മാതാവിനുള്ള പ്രാർത്ഥനയുടെ ആവശ്യം തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്,
ഈ സത്യദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ മാതാവിലൂടെ നമുക്ക് കിട്ടുന്ന അറിവിലൂടെ നമ്മൾക്ക് പറഞ്ഞു, ത്രിയേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും, ത്രിയേക ദൈവത്തോടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും, ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മൾ ആശീർവദിക്കുന്നതും, ത്രിയേക ദൈവത്തിന്റെ കൂടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ ഇതിന്റെ ഇടയ്ക്ക് പ്രശ്നം വന്ന എവിടെയാന്ന് ചോദിച്ചാല്, കത്തോലിക്ക സഭയിൽ നിന്നും വിട്ടുമാറിപ്പോയ പ്രൊട്ടസ്റ്റന്റ് ആളുകൾ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല്, ആ ട്രഡീഷണൽ ആയിട്ട് കിട്ടിയതായ ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളോ ട്രഡീഷണലായി കിട്ടിയതായ ആ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ലഭിച്ചില്ല. അവർക്ക് ആകെ കിട്ടിയത് ഈ ഒരു പുസ്തകമാണ് കിട്ടിയത്, കറുത്ത ബൈൻഡുള്ള. ഈ കറുത്ത ബൈൻഡുള്ള പുസ്തകത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന സത്യവേദ പുസ്തകം എന്നൊക്കെ. എന്നാല് നമുക്കിവിടെ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് സത്യവേദ പുസ്തകം എന്ന പുസ്തകം നമുക്ക് കൈ കിട്ടി. എന്നാൽ ഈ പുസ്തകത്തിന്റെ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ ഒരു അതോറിറ്റി, ഇതിനെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. പഴയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമം, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമം, പഴയ നിയമം, ഉൽപ്പത്തി, ഇവിടെ ഇത്രയുള്ളൂ. ഈ പുസ്തകം എനിക്ക് ഉപയോഗിക്കാനായിട്ട് ആര് അതോറിറ്റി തന്നു? അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ക്വസ്റ്റ്യൻ. എന്നാല് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ആരാധനക്രമം, വിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ശ്ലീബാ എന്ന കുർബാനക്രമം, ഇതാണ് ഞാൻ എൻ്റെ ഇരിക്കുന്നത്, തിരിഞ്ഞായിരിക്കും കാണുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് തന്നെ അതിന്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കൽപ്പനകളുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞായറാഴ്ച സ്ലിബ മുതൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സമ്മതം, ഇതെല്ലാം ഇതിന്റെ കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പുസ്തകത്തിനകത്തും പ്രാർത്ഥനാ പുസ്തകത്തിനകത്ത് എടുത്താല്, ഞാൻ ഇപ്പൊ വേണ്ടിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാക്രമം, ഈ കോനാട്ട് മത്തൻ കോറസ്കോപ്പ എഴുതിയിരിക്കുന്ന വിവർത്തനം ചെയ്തതായ പുസ്തകം. അതിനകത്ത് ഞാൻ വായിക്കാം ഭാഗം. സർവശക്തനായി സാരാംശപൂർണനായിരിക്കുന്ന ആദ്യന്തമില്ലാത്ത സ്വയംഭൂവിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നിട്ട് ഇതിലേക്കാണ് ഇഗ്നാത്യോസ് പാത്രിക്കിസ് മുദ്ര, സീലുണ്ട് അവിടെ. ഈ സത്യവേദ പുസ്തകത്തിൽ എവിടെയെങ്കിലും സീലുണ്ടോ? അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു. നമുക്ക് ഈ ഗൂഗിളിൽ ചെയ്താൽ കിട്ടുമല്ലോ. ഇപ്പൊ അവിടെ കാണുന്നത് ഈ പുസ്തകത്തിനകത്ത് ഒരു ഒതന്റിസിറ്റി ഇല്ല. ഈ വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ സത്യവേദപുസ്തകം നമ്മൾ പറയുന്ന 66 പുസ്തകം, ഈ 66 പുസ്തകം മലയാളത്തിൽ ഭാഷയിൽ പരിഭാഷപ്പെടുത്തുന്നു. PSIയിലെ ഒരു ചാക്കോമാണി, ഞാൻ പറയുന്നത് ഗൂഗിളിനകത്ത് നോക്കിയിട്ട് പറയാം. അപ്പൊ അദ്ദേഹമാണ് ഇപ്പൊ ഈ വേദപുസ്തകം ഈ രൂപത്തിൽ പുറത്തിറക്കാനായിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് പുസ്തകം അനുസരിച്ചുള്ളൊരു മതം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അവർ വിശ്വസിക്കുന്ന ഈ 66 പുസ്തകത്തിലാണ് വിശ്വസിക്കുന്നത്. ആ പുസ്തകത്തിലെ കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ആവശ്യമായിരുന്നു. ആ ആവശ്യമനുസരിച്ച് അവരെന്ത് ചെയ്തു? ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് അവർ ഒത്തിരി പാടുപെട്ടു, ഒരുപാട് പ്രയാസപ്പെട്ടു. നിസ്സാര കാര്യമല്ല, വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. എന്നാല് ഇതിന്റെ അതോറിറ്റി, നമുക്കിത് ഉപയോഗിക്കാനുള്ള അധികാരം സഭ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സഭയുടെ ഒരു വ്യക്തിതാവ് അതിനകത്തില്ല. ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ യാക്കോബ ഓർത്തഡോക്സ്, ഞാൻ പറയുന്നില്ല ഒന്ന് തന്നെ, സുറിയാനി സഭയുടെ ഒരു വ്യക്തിതാവ് ഈ പുസ്തകത്തിനകത്തില്ല. സുറിയാനി സഭ ഉപയോഗിക്കുന്ന പുസ്തകത്തിനകത്ത് 72 പുസ്തകങ്ങളുണ്ട്. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകം തന്നെ ഇരിപ്പുണ്ട്. അതിനകത്ത് 72 പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഇതിനകത്ത് 66 പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ സഭ ചർച്ചിൽ പഠിപ്പിക്കുന്നത് എന്താണ്? നമുക്കുള്ള പുസ്തകം 66 പുസ്തകം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഈ പുസ്തകത്തിനകത്ത് ഉൽപ്പത്തി 1-ാം വാക്യം അല്ല 2-ാം വാക്യം തൊട്ടേ മിസ്റ്റേക്കുകൾ. അവിടെ ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നിടത്ത് തീർന്നു എന്ന് വരേണ്ട കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതുപോലെ മാതാവിനെ കുറിച്ച് പറയുന്ന ഭാഗത്തെല്ലാം ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കും നിനക്കും തമ്മിൽ എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ തെറ്റായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം എനിക്ക് തന്നത് ആരാണ്? എനിക്ക് എന്റെ സഭ തന്ന പുസ്തകം അല്ല ഇത്. അതാ ഞാൻ പറയുന്നത്. എനിക്ക് എന്റെ സഭ തന്നേക്കുന്നത് ഈ വിശുദ്ധ കുർബാനക്രമം. ഇതിന് മുദ്രയുണ്ട്, ഇതിന് ഒതന്റിസിറ്റി ഉണ്ട്. ഇതിന്
ഇതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട്, പറയാൻ ആൾക്കാരുണ്ട്. ഈ ഈ മറിച്ച് ഈ സത്യവേദ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ ഞാൻ മുഴുവൻ നിരാകരിച്ച് പറയല്ല, ഇതിനകത്ത് മിസ്റ്റേക്കുകൾ ഒരുപാട് കിടപ്പുണ്ട്. ഇത് തെറ്റിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. മാതാവിൽ നിന്ന് നമ്മളെ അകറ്റാൻ വേണ്ടിയിട്ട് അവിടെ പറയുന്നത് യേശുക്രിസ്തുവിനെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അവിടെ ഇരുന്ന സമയത്ത് നിന്റെ മാതാവും സഹോദരികളും നിന്നെ അന്വേഷിക്കുന്നൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് പെന്തിക്കോസ്തുകാർ ഭയങ്കരമായിട്ട് മാതാവിനെ ഒരു സ്ഥാനമില്ലാതെ ആക്കി കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ സത്യത്തിൽ വായിച്ചു നോക്കിയാൽ അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, ഇവർ കൂട്ടിച്ചേർത്ത് വെച്ചേക്കാണ് അല്ല എന്നുള്ള ഭാഗം. ഇതുപോലത്തെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ വേദപുസ്തകത്തിൽ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു 5-8 ലൈവ് ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ശരിക്കുള്ള സത്യവേദ പുസ്തകത്തിലെ വചനങ്ങളും അല്ലെങ്കിൽ ദൈവിക അരുളപ്പാട് എന്താണ്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് മീൻ ചെയ്തത് ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു കുറച്ച് ലൈവ് ഗ്ലോറിയസ് ഗോസ്പൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണും. ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പുസ്തകം വെച്ചിട്ടാണ് ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് 2 ഭാഗങ്ങൾ ഒന്നിച്ച് കുത്തിവരും. പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ച് കുത്തിവെച്ചേക്കും, ഒന്നിച്ച് ബൈൻഡ് ചെയ്ത് വെക്കും. അതിന് ലെതർ ബൈൻഡിങ് ആയതുകൊണ്ട് ഈ പുസ്തകം വാസ്തവത്തില് മധുബായിക്കകത്ത് കയറാൻ പാടില്ല, കാരണം ഇതിനകത്ത് ലെതർ ബൈൻഡിങ്. എന്നാൽ ഈ പുസ്തകം മധുബായിക്കകത്തിരിപ്പുണ്ട്. ക്രിസ്തു പറഞ്ഞു, പഴയ തുണിയും പുതിയ തുണിയും കൂടെ നിങ്ങൾ ഒന്നിച്ച് തുന്നിക്കെട്ടരുത്. പഴയ തുരുത്തിയിൽ കൊണ്ട് പുതിയ വീഞ്ഞിനെ നിങ്ങൾ ഒഴിക്കരുത്. ഇത് രണ്ടും ലംഘിച്ചിരിക്കുക. പഴയതും പുതിയതും കൂടെ ഒന്നിച്ച് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യവും പഴയതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യവും പുതിയതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യവും ഞാനൊക്കെ അങ്ങനെയായിരുന്നു. വേദപുസ്തകം പഠിക്കാൻ തുടങ്ങിയപ്പം പഴയമെന്നൊട്ടേങ്ങ് വായിച്ചു വരിക. ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന ദൈവം ആരാണെന്ന്, ദൈവത്തെക്കുറിച്ച് പഠിക്കണം. അപ്പൊ ദൈവത്തെക്കുറിച്ച് പഠിക്കണം, ദൈവം സ്നേഹമാണ്, ദൈവത്തെക്കുറിച്ച് സ്നേഹമാണെന്നുള്ള കാര്യം ദൈവത്തിന്റെ വാക്കാവൊക്കെ ഞാൻ എഴുതി വെക്കുക. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ സംഭവം എല്ലാം പാളി. 3-ാം അധ്യായം വന്നപ്പോൾ സംഭവം എല്ലാം പാളി. ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ദിവസം എൻ്റെ മോൻ ചോദിച്ചു, പപ്പ, ഞാൻ പപ്പായെ വേദനിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ, പപ്പ അനുസരിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പപ്പ എന്നെ അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ട്. പപ്പ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല. ഞാൻ നീ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, ഈ ഒരു പഴം കഴിച്ചതിന്റെ പേരിൽ ഈ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനായെന്ന് പറയുന്ന ആദത്തെ എന്തിനാ ഇറക്കി വിട്ടെ? ന്യായമായ ചോദ്യമല്ലേ? അപ്പൊ ഞാൻ പറയാണ്, എന്നെ ന്യായീകരിച്ചൊക്കെ പറയാണ്ട് പോയാല് അവൻ പറഞ്ഞു, അപ്പം പപ്പ ദൈവത്തെക്കാളും ബെറ്റർ ആണല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതിനകത്ത് എന്തോ ചതി ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് രീതിയിലല്ല അതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട രീതി അത് സഭയ്ക്കേ അറിയാവുള്ളൂ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് സഭ പഠിപ്പിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഈ പുസ്തകം അതേപടി എടുത്ത് ഇതിനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാല് പിന്നെ ചോദിച്ചു കായിനും ഹാബേലും ഉള്ളൂ, പിന്നെ അവർക്ക് എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായത്, അവരെന്തിനാ ചെയ്യരാത്ത രീതി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് എക്സ്പ്ലോർഡായി, അവർ കുറച്ചുകൂടെ എക്സ്പ്ലോർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ ഒരു നുണ പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ ഏക്കത്തില്ല. അവർക്ക് സത്യത്തെ തിരിച്ചറിയാനുള്ള ലോജിക്ക് കാര്യം കമ്പ്യൂട്ടർ മൊത്തം വർക്ക് ചെയ്യുന്ന ലോജിക്കിൽ. ഈ ലോജിക്ക് അനുസരിച്ചാണ് ഇന്ന് എല്ലാം അവർ കാണുന്നത്. ഇതിനകത്ത് ലോജിക്ക് ഇല്ലാത്ത ഒരു കാര്യം അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഈ വേദപുസ്തകം വായിച്ച് കഴിയുമ്പോൾ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം അല്ല, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം അല്ല പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഭയങ്കരമായ വ്യത്യാസങ്ങളാണ് വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പല പ്രാവശ്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഈ ഒരു പാവപ്പെട്ടവൻ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് എന്തോ അസുഖമൊക്കെ ആയിരിക്കും, ഞാൻ അങ്ങനെ ഭാവനെ കാണും. വയ്യാ കിടക്കുക, കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്, അവർക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പം പറഞ്ഞു, ഇവിടെ വിറയില്ല, നീ പോയി സ്വല്പം ഒരു മുറ്റത്ത് വിറക് കിടപ്പുണ്ട്, അതൊന്ന് കൊത്തിക്കരിക്കൊണ്ട് പോവാ. അപ്പം പറഞ്ഞില്ല, ഇന്ന് ശവത്താൻ നമുക്ക് കൊത്താനൊന്നും പറ്റത്തില്ല. അപ്പം നോക്കിയപ്പോൾ പുറത്ത് അപ്പുറം കുറച്ച് ചുള്ളിക്കമ്പ് കിടപ്പുണ്ട്. ഈ പാവത്തിന് അവിടെ പോയി 2-3 ചുള്ളിക്കമ്പ് കൂടി. അപ്പൊ അപ്പുറത്തെ അയലോക്കാരനത് കണ്ടു. നീ എന്താ ചെയ്യുന്നത് അവിടെ? ഞാനിവിടെ കുറച്ച് തീ ഇങ്ങനെ. അത്രയ്ക്കായി, ഇവിടെ ഇന്ന് ശവത്താന്ന് കരുതുന്നു. അവൻ ആളെ കൂട്ടി വിളിച്ച് ഇവനെ കൊണ്ട് മോശയുടെ കിഴക്കൊണ്ട് വെച്ചു. മോശയുടെ അടുത്തുകൊണ്ട് വെച്ച മോശ ഇങ്ങനെ നോക്കിയപ്പം ഇതിനകത്തൊന്നും പറഞ്ഞില്ലല്ലോ, ചുള്ളിക്കമ്പ് പറക്കരുത് എന്താ ശിക്ഷ കൊടുക്കുന്നത്. വെയിറ്റ് ചെയ്തു.
വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം മോശ യഹോവയോട് ഒന്ന് ചോദിക്കുക, എന്താ ചെയ്യേണ്ടേ? യഹോവ അവനെ പാളയത്തിൽ പുറത്തിറക്കി അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. ആ കുടുംബത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായെന്ന് ആലോചിച്ച് നോക്കുക. ആ കുടുംബത്തിലെ അവസ്ഥ എന്താ? മനുഷ്യരെ സ്നേഹിക്കുന്ന, ഇങ്ങനത്തെ മനുഷ്യരെ സ്നേഹിക്കാത്ത ഒരു ദൈവത്തെ കാണുക. എന്നാൽ സുറിയാനി പ്രാർത്ഥന എല്ലാം പറയുന്നത് എന്താണ്? മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമേ, മനുഷ്യരെ സ്നേഹിച്ചു, ഇത്രമാത്രം സ്നേഹിച്ചു, നിന്റെ പുത്രനെ തന്നു നീ സ്നേഹിച്ചു, ഇത്രമാത്രം നീ സ്നേഹിച്ചു, നിന്റെ ജീവനെ നൽകിക്കൊണ്ട് എന്നെ സ്നേഹിച്ചു, നിന്റെ രക്തം നൽകിക്കൊണ്ട് എന്നെ സ്നേഹിച്ചു. കർത്താവിൻ വിവാഹ ശുശ്രൂഷ പ്രാർത്ഥന പാടുന്ന പാട്ടുണ്ട്, രക്തത്താൽ വാങ്ങിയ ഈ സഭയെ നിങ്ങൾ സംരക്ഷിപ്പീൻ. ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയ സഭയാണ്, എൻ്റെ ജീവനെ കൊടുത്ത് വാങ്ങിയ സഭയാണ്. ഈ സഭയെ നിങ്ങൾ സംരക്ഷിപ്പീൻ, ഈ സഭയെ സംരക്ഷിപ്പീൻ. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു ദൗത്യം. ഈ സഭയെ സംരക്ഷിക്കുക, ഈ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുക, ഈ സത്യവിശ്വാസത്തിൽ നിന്ന് അടിയറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നേരെയുള്ള ഓർത്തഡോക്സി ആ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഈ ഒരു പാറ്റേൺ അവിടുത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിലാക്കണം. മറിച്ച് ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ശബത്ത് ദിവസത്തിൽ നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എത്രയോ അത്ഭുതം നടത്തിയപ്പോൾ അവനെ ശകാരിച്ചു, അവന്റെ മേലെ അവരെ ആക്രോശിച്ചു, അവനെ കല്ലെറിയാൻ ചെന്നു, ഈ ശബത്തിനെ ലംഘിച്ചപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ദൈവം, ഈ ദൈവം പുതിയ നിയമത്തിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തി കാണിച്ചു തരുന്ന ദൈവം, പിതാവാം ദൈവം, പരിശുദ്ധാത്മാവാ ദൈവം, ദൈവപുത്രനായ യേശു ക്രിസ്തു, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഇതാണ് സഭ പഠിപ്പിക്കുന്ന ദൈവം. ഈ സഭ പഠിപ്പിക്കുന്ന ദൈവം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ചില പഠിപ്പീരുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ നമസ്കാരത്തിന് ചെല്ലുന്നു, നമ്മുടെ നമസ്കാരത്തിനകത്ത് പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലുന്നു. പ്രാർത്ഥന ആരംഭിക്കുന്ന തന്നെ ഞാൻ പറഞ്ഞു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിന്റെ ഇടയ്ക്ക് വേറൊരു നാമം അവിടെ വരുന്നില്ല. പിന്നെ നമ്മൾ മുമ്പോട്ട് സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്നു. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയെങ്ങും ഈ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പേര്, യഹോവ എന്ന പേര് നമ്മൾ ഒരിടത്ത് കാണുന്നില്ല. കർത്താവിന്റെ പുതിയ പാട്ട് നീതിമാന്മാരുടെ സഭയിൽ സ്തുതിയും പാടുവീൻ, കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ, അവന്റെ നാമം മാത്രമല്ല ഭൂമിയിൽ ആകാശത്തിലുമുണ്ട്, ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ദൂതന്മാരെ അവനെ സ്തുതിപ്പീൻ. അപ്പം ഇവിടെ പറയുന്നിടത്തെല്ലാം കർത്താവ് എന്നൊരു വാക്കേ ഉള്ളൂ. ഈ പുസ്തകത്തിനകത്ത് കർത്താവൻ എന്നുള്ള വാക്കല്ലാതെ വേറൊരു പഴയ നിയമത്തിലെ ദൈവത്തിന്റെ വാക്ക് ഇല്ല. അത് പേരല്ല എന്ന് പറയുമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സങ്കീർത്തനങ്ങളാണ് വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കാത്ത ഒരു ഓർത്തഡോക്സുകാരൻ കാണത്തില്ല. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം അതല്ല പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാവുന്നു അങ്ങനെ പറയുന്നു. അപ്പോൾ മറിച്ച് അത് തന്നെ നമ്മൾ ഇംഗ്ലീഷ് വായിച്ചാൽ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പോൾ ഇതിനകത്ത് ഇതെങ്ങനെ ഇതിനെ ആര് ഇൻസെർട്ട് ചെയ്തു? ഈ നമ്മുടെ ഈ വേദപുസ്തകത്തിൽ, ഈ മലയാളം വേദപുസ്തകത്തിൽ ഈ യഹോവയെ ആര് ഇൻസെർട്ട് ചെയ്തു? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ യഹോവയെ ആര് ഇൻസെർട്ട് ചെയ്തു? യഹോവ സാക്ഷി. യഹോവ സാക്ഷിയുടെ നേതാവായിരിക്കുന്ന റോസ്, അവർ ഈ ഇംഗ്ലീഷിൽ നിന്നും കിങ് ജെയിംസ് വേർഷൻ ആയിരിക്കും, അതിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത സമയത്ത് ഇവര് മനഃപൂർവ്വം ഈ നാമത്തെ ഇതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ സുറിയാനി സഭയിൽ നിന്ന് പരിവർത്തനം ചെയ്തിരിക്കുന്ന ഈ വേദപുസ്തകത്തിലോ അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളിലോ ഒരിടത്തും ഈ യഹോവ എന്നൊരു പേരില്ല. കർത്താവെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവെന്ന പേര് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ വേറൊരു സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം മറിയയ്ക്ക് വെളിപ്പെടുത്തുന്നത് ഇത്രയേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്റെ ഉണ്ടാകാനിരിക്കുന്ന പ്രജ അത് ദൈവപുത്രനാണ്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ ത്രിയേകതയാണ്. ഇന്ന് കന്യകമറിയാമിന്റെ വാങ്ങിപ്പ് കാലങ്ങളിലൂടെ, നോയമ്പ് കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെ ഒന്ന് ധ്യാനിച്ച് ഈ സത്യത്തെ മനുഷ്യരിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് വളരെ മോശകരമായ ഒരു കാര്യമെന്നേ ഞാൻ പറയുന്നു. വീണ്ടും നമുക്ക് ഈ സങ്കീർത്തനം എല്ലാം കഴിഞ്ഞ് നമ്മൾ നമസ്കാരമൊക്കെ തീർന്നു. അതിനുശേഷം അച്ഛൻ അവിടെ അകത്ത് കയറിയിട്ട് ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് തിരശ്ശീല ഇട്ടിട്ട് ഈ പഴയ നിയമത്തിൽ നിന്നും വായിക്കും. ദീർഘദർശിയായ മോശയുടെ 1-ാം പുസ്തകത്തിൽ നിന്നും വായിക്കുമ്പോൾ അവിടെ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്.
ദീർഘദർശിമാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിന്നെ പ്രവാചകന്മാർ വായിക്കും, പ്രവാചകന്മാരുടെ സ്തുതിയും. ദൈവത്തിനെ സ്തുതിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം ദീർഘദർശിമാരുടെ സ്തുതി പറഞ്ഞാലും പ്രവാചകന്മാരുടെ സ്തുതി പറഞ്ഞാലും നമ്മൾ എന്ത് പറയുന്നു? പ്രവാചകന്മാരുടെ സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ പ്രവാചന പുസ്തകത്തിൽ നിന്നും മോശയുടെ പുസ്തകത്തിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പുസ്തകത്തിൽ നിന്ന് ഇന്ന് വരെയും തിരുവസ്ത്രം ഇട്ട ഒരു പുരോഹിതൻ ഈ പുസ്തകത്തിൽ നിന്നും വായിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഴയ നിയമത്തിൽ നിന്നും തിരുവസ്ത്രം അണിഞ്ഞ് ഒരു പുരോഹിതൻ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും കേട്ടിട്ടില്ല. സഭയുടെ പഠിപ്പീരാ ഞാൻ പറയുന്നത്, സഭയുടെ പഠിപ്പീര്. അവിടെ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ കർട്ടനുണ്ട്. ഈ സമയത്ത് പുരോഹിതൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അകത്ത് അവിടെ ഒരുക്ക ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥനയിൽ വ്യാപൃതി. ഇവിടെ പുറത്ത് ഇവിടെ ഈ കർട്ടന് അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ബോധം ചെയ്യുന്നില്ല. അവിടെ ബോധം ചെയ്യുന്നത് ജീവനുള്ള ഒരു ബലിയെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ കുറിച്ചുള്ള ആ ബലിയെ അവിടെ അർപ്പിക്കുന്നതായ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ശുശ്രൂഷ അവിടെ നടക്കുകയും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പിതാക്കന്മാർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു പഠിപ്പീരാണ്. ഇതൊരു പകർത്തി നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ ആ രീതി മനസ്സിലാക്കണം. ആ രീതി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇത് ആർക്കും വായിക്കാം. പഴയ നിയമ പുസ്തകം മധുബായുടെ താഴെ നിന്നുകൊണ്ട് തിരശ്ശീല ഇട്ട ശേഷം അവിടെ നിന്നത് ആർക്ക് വേണമെങ്കിലും വായിക്കാം. സ്ത്രീകൾ വായിക്കുന്നു, സ്ത്രീകൾക്ക് വായന കൊടുക്കാറില്ലല്ലോ, പ്രാധാന്യമൊന്നുമില്ലല്ലോ, പക്ഷെ സ്ത്രീകൾക്ക് വായിക്കാം. ഇവിടെ ഈ പുസ്തകം വായിക്കാം, കുട്ടികൾക്ക് വായിക്കാം, ആർക്ക് വേണമെങ്കിലും ഈ പുസ്തകം വായിക്കാം. ആ സമയത്ത് എല്ലാവരും ഇരുന്നാണ് ഇത് കേൾക്കുന്നത്. ആ സമയത്ത് ഇരിക്കും, ആ സമയത്ത് അതുവരെയും നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഇരുന്നിട്ടാണ് ഈ വേദപുസ്തകം ഈ പഴയ നിയമത്തിൽ നിന്നും വായിക്കും. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഭൂമിയിലെ ശേഷമൊക്കെ ചൊല്ലി അവിടെ സ്ലീഹന്മാരുടെ നടപ്പുട പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ പൊതുവിനെഴുതിയ ലേഖനത്തിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു, ശുശ്രൂഷനെ അവിടെ ധൂപക്കുറ്റി വീശും. ആ വായിക്കുന്നത് അത്രയും പവിത്ര, ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ ആദ്യമേ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഈ കാര്യം ബോധ്യം വന്നത്, പക്ഷേ ഞാൻ ഒരു 4-5 വർഷം മുമ്പേ ഒരു അച്ഛനോട് ചോദിച്ചു, ഈ തിരുവചനങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛനോട് ചോദിച്ചപ്പം ഇതെന്താ ഇതൊരു ഭയങ്കര ഒരു ഈ പഴയ നിയമം വായിക്കുമ്പോൾ ഒരു അവഹേളനം പോലെ എല്ലാവരും ഇരുന്ന് വായിക്കുന്നു, ഒരു റെസ്പെക്റ്റും ഇല്ല. പുതിയ നിയമം വായിക്കുമ്പോഴത്തേനും അവിടെ മെഴുകുതിരി പിടിച്ച് വായിക്കുന്നു, ലേഖനങ്ങൾ വായിക്കുമ്പോൾ മെഴുകുതിരി പിടിച്ച് വായിക്കുന്നു, അതിന് ധൂപം വീശുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗോസ്പൽ വായിക്കുമ്പോഴത്തേനും ഭയങ്കര ആർഭാടത്തോടെ മറുവാസയെല്ലാം കിളിക്ക് മണിയെല്ലാം അടിച്ച് 2 സൈഡിലും തിരി കത്തിച്ച് അച്ഛൻ ഈ പുസ്തകമൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെ എന്തുവാ, അതൊക്കെയും ശുശ്രൂഷം എടുത്തു പറയുകയാണ്. വായിക്കുമ്പോൾ അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്തു. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള വചനങ്ങളെ നാം അതിശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് അച്ഛൻ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ഇത് കേൾക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ പറയും, വന്നതിനും വരുന്നതിനും ആയിരിക്കുന്നതിനും വാഴ്ത്തിട്ടാണെന്നു നമുക്ക് ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കുന്നുണ്ട്. 2, ഇതിന്റെ പ്രയോറിറ്റി ഉണ്ട്. എന്താണ്? പഴയ നിയമം വായിച്ചപ്പോഴത്തെ പ്രയോറിറ്റി, പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ വായിച്ചതിന്റെ പ്രയോറിറ്റി. അവിടെ പറയുന്ന സ്ലീഹന്മാരാണ്. അപ്പൊ അതൊരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു മെഴുകുതിരി വെച്ച് ഒരു അതിന്റെ ആ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മറിച്ച് സുവിശേഷം എന്താണ്? ഇത് സാക്ഷാൽ ദൈവമായ കർത്താവിന്റെ വായിൽ നിന്നും നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് പുരോഹിതൻ തന്റെ മുഖം മറച്ചു പിടിച്ചോണ്ടാ വരുന്നത്. അത് നമ്മൾ കർത്താവിനെയാണ് കാണുന്നത്. അവിടെ കർത്താവിന്റെ വായിൽ നിന്ന് കേൾക്കുന്നത്. അതാണ് ഭയഭക്തിയോടുകൂടി നമ്മളവിടെ ശുശ്രൂഷകൻ എടുത്തു പറയുന്നത്. നമ്മൾ കേൾക്കുന്ന എന്താണ്? ജീവനുള്ള വചനങ്ങളെ കേൾക്കുന്നത്. അപ്പൊ ആ ജീവനുള്ള വചനങ്ങളെ കേൾക്കുന്ന രീതിയും മരണത്തിന്റെ വചനങ്ങളെ കേൾക്കുന്ന രീതിയും നമുക്ക് വ്യത്യാസമുണ്ടെന്ന് ഞാനീ പറയുന്നത്. ഇത് മരണത്തിന്റെ വാക്കുകളാണ്, ഇരുളിന്റെ വാക്കുകളാണ്. ഇത് പ്രകാശത്തിന്റെ വാക്കുകളാണ്. ഇത് പ്രകാശത്തിന്റെ വചനങ്ങളാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. മറ്റേത് ഇരുളിന്റെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വാക്കുകളാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്തെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. ഈ സത്യത്തെ നമ്മൾ റിവൈൽ ചെയ്യും, അത്രേ ഉള്ളൂ.
ഇതിനെ നമ്മൾ ആ പ്രയോഗത്തിൽ അതിനെ കാണുന്നു. അത് അത് ഇതല്ല അതല്ല എന്നല്ല ഇവിടെ പറയുന്നത്. പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതിനെ നമ്മൾ ലെവലേശവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. കാര്യം ഇവരിതിനു വേണ്ടി ജീവൻ കൊടുത്തത്. ഈ എഫേസ് സുന്നതോസിനും ക്രിസ്ത്യൻ അവിടെയൊക്കെ സുന്നതോസ് വരുന്ന പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ അവിടുത്തെ വന്ന ആളുകളുടെ ഒക്കെയും അംഗചിത്രം വരുത്തിയവരുണ്ട്. ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവരുടെ മൂക്ക് മുറിച്ച് കളഞ്ഞവരുണ്ട്, കണ്ണെടുത്ത് കളഞ്ഞവരുണ്ട്, നാക്ക് കട്ടിച്ച് കളഞ്ഞവരുണ്ട്, കൈ വെട്ടിക്കളഞ്ഞവരുണ്ട്, രക്തമായിട്ടൊക്കെ വന്നവരോടെ ഉണ്ടായിരുന്ന പറയുന്നത്. രക്തം. കാര്യം അവരുടെ ആ സമയത്തും അവർ ഈ ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ പിതാക്കന്മാർ അവർ എന്തിനു വേണ്ടി ഈ അവരുടെ മൂക്ക് മുറിപ്പിച്ചത്, നാക്ക് മുറിപ്പിച്ചത് എന്തിനു വേണ്ടി? ഈ സത്യത്തെ വിളിച്ചു പറഞ്ഞ അതാണ് നമ്മുടെ 5-ാം തൂതനിൽ എടുത്തു പറയുന്നത്. സത്യവിശ്വാസത്തെ നമുക്ക് തന്ന പിതാക്കന്മാരെ നമ്മൾ ഓർക്കുക. അപ്പൊ ആ പിതാക്കന്മാര് കാണിച്ചു തന്നതായ, അവര് പറഞ്ഞു തന്നതായ അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. അപ്പം ഈ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ 3 കൂട്ടരാന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് യഹോവ സാക്ഷികൾ, 2 യേശുനാമക്കാർ, 3 പിതൃസുത പരിശുദ്ധാത്മാവിനെ വർഷിപ്പിക്കുന്നു. ഇങ്ങനെ 3 ഗ്രൂപ്പുണ്ട്. അപ്പൊ ഈ പിതൃസുത പരിശുദ്ധാത്മാവാൻ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിന് പകരം ഇതിലേക്ക് കൊടുക്കുന്നതായ മെസ്സേജുകൾ, ഇതിലേക്ക് തരുന്നതായ പാട്ടുകളിലൂടെ ലഭിക്കുന്നതായ നമ്മുടെ ഉള്ളിൽ വരുന്ന മെസ്സേജുകൾ ഇന്ന് കൂടുതലും ലഭിക്കുന്നത് യേശുനാമക്കാരുടെ, യഹോവസാക്ഷികൾ നമ്മൾ അധികം കേൾക്കാറില്ല. പക്ഷെങ്കിൽ യേശുനാമക്കാരുടെ ഒരുപാട് നമ്മുടെ വരുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടപ്പോൾ പല അച്ഛന്മാര് പ്രാർത്ഥിക്കുമ്പോൾ അവസാനം പറഞ്ഞിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞ് അവസാനം ചൊല്ലി തീർക്കുന്ന അച്ഛന്മാര്, പുരോഹിതന്മാർ ഇന്ന് ഓർത്തഡോക്സ് സഭയിലുണ്ട്. ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടേ പറയുന്നു. ഇത് തെറ്റാണെന്ന് വൈദിക സെമിനാരി പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ യൂട്യൂബിനകത്ത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ് യേശുവിന്റെ നാമത്തിലുള്ള ഓർത്തഡോക്സ് സഭ പ്രാർത്ഥിക്കാത്തത്, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള ആ പ്രാർത്ഥനയുടെ മീനിങ് എന്താണ്? ഒരു നാമത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധുക്കോസുകാരൊക്കെ പിശാചൊക്കെ ആട്ടി യേശുവിന്റെ നാമത്തിൽ ഒക്കെ പറഞ്ഞ് അവർക്ക് ചെയ്യുക. അപ്പം അതല്ല ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത് പിതൃസുത പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ഓർത്തഡോക്സ് സഭയുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. തൃത്വേകത്വവും ഏകത്വവും തൃത്വവുമായ പിതൃസുത പരിശുദ്ധാത്മാവാം സത്യവരനെ നിനക്ക് സ്തുതി. അപ്പൊ ഈ തരത്തിലുള്ള പാട്ടുകള്, അല്ലെങ്കിൽ ഓരോ കൗമിയെ ആരംഭിക്കുമ്പോൾ നമസ്കാരത്തിനകത്തൊക്കെ 5-6 കൗമോട് ചൊല്ലിയിട്ടാണ് ഒരു നമസ്കാരം തീരുന്നത്. അവിടെയെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധായിക്ക് സ്തുതിയും പറഞ്ഞിട്ട് പാറിക്കുമോർ. ഈ സമയത്തെല്ലാം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു തിയോളജി നമുക്ക് ആദ്യമായിട്ട് പകർന്നു തന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് പരിശുദ്ധ മാതാവിൽ വന്ന ആ ട്രിനിറ്റിയിൽ നിന്നുമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ നേരിടും, ഉത്ഭവിക്കാനിരിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പം ഈ ബന്ധം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ റിലേഷൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ള റിലേഷൻ. ഈ റിലേഷന്റെ ഉള്ളിലാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടല്ല ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തോട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്നും ലഭിക്കേണ്ടത് കാര്യങ്ങൾ പിതൃസുത പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയിൽ മാത്രമല്ല. കാര്യം നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ത്രിയേകത്വം. ഇതുകൊണ്ടാണ് ഫസ്റ്റ് മനസ്സിലാക്കണം നമ്മുടെ ദൈവം ആരാണ്. ത്രിയേക ദൈവമാണ്. ഓക്കെ, എങ്കിൽ ത്രിയേക ദൈവത്തെ ആണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഒരു ദൈവത്തിന്റെ പേര് മാത്രം എടുത്തിട്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. അപ്പം ഞാനൊരു ഗ്രൂപ്പിനകത്ത്, ഇങ്ങനെ ഓർത്തഡോക്സ് ഗ്രൂപ്പില് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് ഒരു ഗ്രൂപ്പിനകത്ത് ഒരാളൊരു പാട്ടിട്ടു. അതിനകത്ത് മൊത്തം യഹോവ പരിശുദ്ധൻ 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 ഒരു പാട്ട്. ഞാൻ അതിനകത്ത് ചോദിച്ചത് നമ്മുടെ ലിറ്ററേച്ചറിൽ ഇല്ലാത്തൊരു ഭാഗമാണ് ഈ ഒരു വർഷിപ്പ്. നമ്മുടെ ലിറ്ററേച്ചറിലൊക്കെ ധൂപക്കുറ്റി വീശുന്ന വാഴ്ത്തുന്ന സമയത്തും അതുപോലെ പറയുന്നതായ എല്ലാ സമയത്തും പിതാവാം ദൈവം പരിശുദ്ധൻ, പുത്രനാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ. വേറൊരു നാമമില്ല. ആ ഇല്ലാത്തടത്ത് നിന്ന് എവിടുന്ന് ഇതിനെ എടുത്തുകൊണ്ട് വന്നു? ഞാൻ പറഞ്ഞു, ഇതൊരു ചതിയാണ്, ഇതൊരു വഞ്ചനയാണ്.
ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം സഹിക്കാൻ പാടില്ലാത്ത എന്താണ്? വഞ്ചിക്കപ്പെടുന്നതാണ്. ഇതൊരു വഞ്ചനയിൽ കൂടെ ലഭിച്ച കാര്യമാണ്. ഇത് നമ്മൾക്ക് സഭ തന്നിട്ടുള്ള, ഞാൻ പറഞ്ഞു, ഇതിനൊരു അതോറിറ്റി ഇല്ല. നമ്മുടെ ഈ സത്യവേദ പുസ്തകം മലയാള ഭാഷയിൽ പകർത്തി തന്നതിന്റെ മിസ്റ്റേക്കാണ്. എന്റെ നിങ്ങളുടെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം നമ്മളൊക്കെ കൊച്ചുനാളിൽ പഠിച്ചു വന്നത് എന്താണ്? യഹോവന്റെ ഇടയനാകുന്നു. ആ സങ്കീർത്തനങ്ങളെല്ലാം വായിച്ച് നമുക്ക് യഹോവയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. എന്നാൽ ഈ യഹോവയെ ട്രിനിറ്റിക്കകത്ത് എവിടെ കൊണ്ട് ഉൾക്കൊള്ളിക്കും എന്ന് ചോദിക്കുമ്പോൾ പറ്റത്തില്ല. പിതാവാൻ ദൈവമാണോ? അങ്ങനെയാണ് പിതാവാൻ ദൈവത്തിന്റെ പ്രവൃത്തി പുത്രനിലൂടെ കാണിച്ചു തന്നു. എങ്ങനെ? രോഗികളെ സൗഖ്യമാക്കുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു, വിശക്കുന്നതിന് ആഹാരം കൊടുക്കുന്നു, എന്തെല്ലാം കാര്യം. കരുണ കാണിക്കുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, ക്രൂശിൽ കിടന്നിട്ട് തന്നെ ക്രൂശിച്ചവരോട് പോലും ഒരു വാക്ക് ദുഷിക്കാതെ അവരെ അനുഗ്രഹിക്കുന്ന ദൈവം. തന്റെ ശിഷ്യന്മാർ അങ്ങനെയായിരുന്നു. ആ ക്രിസ്തുവിന്റെ പാതയാണ് കുറിപ്പിച്ചത്. ഇവിടെ കാണിച്ചിരുന്ന സത്യ ദൈവം എന്താണെന്ന് ചോദിച്ചാൽ കരുണയുടെ മഹാസമുദ്രമാണത്. സ്നേഹത്തിന്റെ ദൈവമേ, നിന്റെ സ്നേഹം ആകാശത്തെക്കാളും വലിയതാണ്. ദാവീദിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ദാവീദ് ഇതൊക്കെയും പറയുന്നുണ്ട്. അപ്പൊ ദൈവമേ എന്ന് വിളിച്ചപ്പം 51 അസുറയ്ക്കകത്തൊക്കെ ദൈവമേ എന്ന് പോകും. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബോധപ്പെടും. എന്നാൽ ഇത് വിവർത്തനം ചെയ്ത പല ഭാഗത്തും എന്തായി? യഹോവ എന്നുള്ളതായി. അത് ആരുടെ പണിയാന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ഓർത്തഡോക്സുകാർ എഴുതി ചേർത്തതല്ല. ഇത് ഒരു പുസ്തക മതം, അതായത് പുസ്തക മതം ഉള്ള രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് യഹൂദമതം, അവർക്ക് പുസ്തകത്തില, അവരുടെ മതം എന്ന് പറഞ്ഞ പുസ്തകത്തില. അപ്പം വാക്ക് കൊല്ലിക്കുന്നു, അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊല്ലിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് വെച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ ജനറേഷനോട് വരുമ്പോൾ യഹൂദമതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മധ്യസ്ഥനുണ്ട്, അത് മോശയാണ്. യഹൂദന്മാരുടെ മധ്യസ്ഥൻ മോശയാണ്. അപ്പം അത് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ മോശയിലൂടെ ലഭിച്ചതാണ് ആ പഴയ നിയമം, അല്ലെ മോശയുടെ അതിൽ നിന്നും വന്നതാണ് പഴയ നിയമം. അവിടുത്തെ ദൈവം ആരാന്ന് വെച്ചാൽ അവിടുത്തെ ദൈവം യഹോവയാണ്. രണ്ടാമത്തെ മതമാണ് നമ്മൾ കാണുന്ന അബ്രഹാമിന്റെ പരമ്പരയിൽ വന്നിരിക്കുന്ന രണ്ടാമതാണ് ഇസ്ലാമിക മതം. ഇസ്ലാമിക മതത്തിന്റെ മധ്യസ്ഥനാരാണ്? മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി ആരാണ്? മനുഷ്യനാണ്. മുഹമ്മദ് നബി കൊടുത്ത പുസ്തകത്തിന്റെ പേരെന്താണ്? ഖുറാൻ. അവരുടെ ദൈവമാരാണ്? അള്ളാഹു, ഏകദൈവം. യഹോവയും പറയുന്നു ഏകദൈവം, അള്ളാഹുവും പറയുന്നു ഏകദൈവം. ഓക്കെ. അതിനുശേഷം വന്നതാണ് ക്രിസ്തു മാർഗം. ക്രിസ്തു മതമല്ല, നമ്മളെ മാർഗികൾ എന്നാ വിളിച്ചുകൊണ്ടിരുന്നവർ. അപ്പോൾ ക്രിസ്തു മാർഗികൾ, അത് ക്രിസ്തുവിന്റെ വഴി, ക്രിസ്തുവിലൂടെ നമ്മൾ കാണുന്ന ഒരു വഴി. ആ വഴിയിലൂടെ സ്നേഹത്തിന്റെ വഴി, സമാധാനത്തിന്റെ വഴി, സന്തോഷത്തിന്റെ വഴി, ക്ഷമയുടെ വഴി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ക്രിസ്തു മതത്തിന്റെ മാർഗം എന്താണ്? മാർഗമല്ല, ക്രിസ്തു മാർഗം എന്ന മതം അല്ല, മതം എന്നിപ്പോൾ പറയുന്നു. മധ്യസ്ഥൻ ആരാണ്? അതിന്റെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു മതത്തിന്റെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. അവൻ നമുക്ക് വേണ്ടി പക്ഷാപാതം. ക്രിസ്തു മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തുവാണ്. അപ്പൊ ആ മധ്യസ്ഥത, അപ്പോൾ ഈയുടെ മോശയാണ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ. മോശ ആ സമയത്ത് അവിടുത്തെ ജനത്തിനും യഹോവയ്ക്കും മധ്യസ്ഥരായിട്ട് നിൽക്കുകയാണ്. ഇവിടെ യഹോവയുടെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങളൊക്കെയും എഴുതി വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചത് നബിയാണ്. അപ്പൊ ഇവരെല്ലാം മനുഷ്യരാണ്. അപ്പൊ ഇവരിലൂടെ കിട്ടിയതും ക്രിസ്തു എന്താണ് നമുക്ക് തന്നേക്കുന്ന പുസ്തകം? ക്രിസ്തു തന്നേക്കുന്ന പുസ്തകമാണ് സഭ. ഇവിടെ രണ്ടുപേർക്കും പുസ്തകം ഉണ്ടല്ലോ. അപ്പം ക്രിസ്തു തന്നിരിക്കുന്നത് ഒരു പുസ്തകം അല്ല, മറിച്ച് ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് പറയുന്നത്. അപ്പൊ പെന്തിക്കോസുകാർ വിശ്വസിക്കുന്ന 66 പുസ്തകത്തിലാണെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസം പറയുന്നത് സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നത് നിവ്യന്മാരും സ്ലീഹന്മാരും സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സഭയ്ക്ക് അനേക പുസ്തകങ്ങളുണ്ട്. സഭയുടെ ലൈബ്രറിയിലോട്ട് കയറി നോക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പുസ്തകങ്ങളുണ്ട്. തക്സകൾ തന്നെ എത്രമാത്രങ്ങളുണ്ട്, എത്ര വെറൈറ്റികളുണ്ട്. പ്രാർത്ഥനയ്ക്ക് തന്നെ എന്തുമാത്രം പുസ്തകങ്ങളുണ്ട്. അതുപോലെ സഭയുടെ ചരിത്ര കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ക്രമീകരിച്ച് വെച്ചിട്ട് പുസ്തകമാണ് ഈ 27 പുസ്തകമാണ് പുതിയ നിയമവും, അല്ലെങ്കിൽ ബാക്കി പഴയ നിയമമൊക്കെ വെച്ചിരിക്കുന്ന എന്താ റെഫറൻസിന് വേണ്ടി പഠിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിൽ അതിനെ പഠിപ്പിക്കാനും പഠിക്കുവാനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്.
ഈ കുർബാനക്രമം അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് ആരും വെളിയിൽ പോയി പബ്ലിസിറ്റി ചെയ്ത് പ്രിന്റ് ചെയ്ത് ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലല്ലോ. മറിച്ച് കാരണം സഭയുടെ വിശ്വാസത്തിന്റെ കണ്ടിന്യൂറ്റിയാണ്. സഭ എന്താണ് വിശ്വസിക്കുന്നത്, ആദ്യം മുതൽ വിശ്വസിച്ചു വന്നത് എന്താണ്, സഭ വളർന്നു വന്നപ്പോൾ എന്താണ് സഭ പ്രാർത്ഥനകളിലൂടെ ഒക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതെല്ലാമാണ് സഭയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പം ക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളില് കുറെ പുസ്തകങ്ങളുടെ കൂട്ടിച്ചേർക്കുന്നതാണ് 27 പുസ്തകം അടങ്ങിയ പുതിയ നിയമം. ആ പുതിയ നിയമത്തെ തർജ്ജിമ ചെയ്ത് അതിനെ വഷളാക്കി അതിനകത്ത് പഴയ നിയമത്തെ മുഴുവൻ അത് കുളവാക്കി യഹോവയുടെ പേരിട്ട് അതിനെ ഇല്ലാതെയാക്കി. അതാരാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു, അത് യഹോവ സാക്ഷികളാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. യഹോവ സാക്ഷികളുടെ നിന്നും ലഭിച്ചതാണ് നിങ്ങൾക്ക് യഹോവ. അവർക്ക് യഹോവയെ ദൈവമാക്കുന്നത്. അപ്പോൾ അവരാണ് യഹോവ സാക്ഷികളാണ് യഹോവയെ നമുക്ക് സമ്മാനിച്ചു തന്നത്. പുത്രനായ ദൈവമല്ല. പുത്രനായ ദൈവം വന്നിട്ട് ഈ പിതാവാൻ ദൈവത്തെക്കുറിച്ച് അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? വേദോസ്തം നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ചരിത്ര രേഖകൾ നിങ്ങളുടെ മുമ്പിലിരിപ്പുണ്ട്, ഈ കുർബാനക്രമങ്ങൾ നിങ്ങളുടെ ഇരിപ്പുണ്ട്, ഈ പ്രാർത്ഥനാക്രമങ്ങൾ നിങ്ങൾക്കുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് യഹോവയെ പാടി സ്തുതിക്കുന്നതോ യഹോവയോട് പ്രാർത്ഥിക്കുന്നതോ യഹോവയുടെ കാര്യങ്ങളെ പറയുന്നതായിട്ടോ ഒന്നും നിങ്ങൾക്ക് കാണത്തില്ല, എനിക്കും കാണത്തില്ല. ഞാൻ ഒത്തിരി തപ്പിയത് ഇതിനൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് ഈ ഞാൻ പറഞ്ഞതായ കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് അതില്ല. അത് ഇവിടെ നമ്മളെ ഒരു ചതിയിലേക്ക് കൊണ്ടുപോകുക. ഇതിനകത്ത് പെട്ടുകിടക്കുന്നവർക്ക് അവർക്കതിപ്പോ സമ്മതിക്കാൻ സമ്മതിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം അവർക്ക് സമയത്ത് വെളിച്ചം കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പൊ മനുഷ്യർക്കെല്ലാം എന്ത് പറ്റും? അബദ്ധം പറ്റും. നമ്മളാരും മാർപ്പാപ്പാടെ ആ സിസ്റ്റത്തിൽ ഉള്ള ആൾക്കാരല്ല. നമ്മളെല്ലാം മനുഷ്യരാണോ? നമ്മളെല്ലാം മിസ്റ്റേക്ക് ചെയ്യും. എന്നാല് ദൈവം അവിടെ പറയുന്നതാണ് മാനസാന്തരപ്പെടുക. യഹൂദന്മാരോട് പറഞ്ഞെന്താണ്? അവരെ കണ്ടുപിടിച്ചതായ ദൈവത്തിന്റെ പ്രശ്നങ്ങൾ അല്ല, അവരുടെ ഉള്ളിൽ ഉള്ള ദൈവസങ്കല്പം. അതുകൊണ്ടാണ് ശിഷ്യന്മാര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് യേശുക്രിസ്തുവിന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചൊല്ലുവിനെന്ന്. അല്ലാതെ ഇപ്രകാരം ഈ മോഡലിൽ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. ഇത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതെന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവിനെ റിലേഷനെ കൊണ്ടുപോകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പിതാവിനെ വിളിച്ചിട്ട് രണ്ടാമതെന്താ പറയുന്നത്? പിതാവിനെ വിളിച്ചുകൊള്ളു. അടുത്ത നമ്മുടെ ഒരു ആവശ്യം പറയുക. എന്താണ്? നിങ്ങളിത് പ്രാർത്ഥിപ്പീൻ എന്ന് ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇത് പ്രാർത്ഥിപ്പീൻ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. പരിശുദ്ധമാകപ്പെടണേ എന്നല്ല, പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ട്? ഒരു സംഭവം ഉണ്ട് അതല്ലേ? നമുക്ക് ഇതൊരു സാധനം ഇങ്ങനെയല്ല, അതിനെ ഇങ്ങനെ ആക്കി തരണേ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നമാണ് ഈ ദൈവത്തിന്റെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവസങ്കല്പം എന്താണ്? അവരെ സ്നേഹിക്കാത്തൊരു ദൈവത്തെ. കാര്യം അവരുടെ പ്രാർത്ഥന കേൾക്കാത്ത ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം. അവർ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുമ്പോഴൊക്കെ ദൈവത്തോട് ഇങ്ങനെ സഹതാപം പറയുന്നത് കേൾക്കാം. ഇവര് ദൈവത്തോട് നീ ഞങ്ങളെ ഇത്രമാത്രം ദുഹിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രാർത്ഥിക്കുന്ന അതല്ല ദൈവം എന്ന് യേശുക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്നതായ ദൈവസങ്കല്പത്തെ മാറ്റുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും പോയി ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് അതിനെ അനുവദിച്ച് ഇങ്ങനെ കണ്ണീരൊഴിക്കുന്നതല്ല ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത്. ആ കോണ്ടസ്റ്റ് പറയുമ്പോൾ അവര് കാണുന്നതായ ദൈവസങ്കല്പത്തിൽ നിന്നും മാറി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ പ്രതി ജീവൻ നൽകുന്ന ഒരു ദൈവമുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ച് കാണിച്ചൊരു ദൈവമുണ്ട്. നിങ്ങളെ എന്നിൽ നിന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുത്ത് അത്ര താഴ്മയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത് താഴ്മയുള്ള ബലിയെ നീ സ്വീകരിക്കുന്നു. താഴ്മയുള്ള ബലിയായിരുന്നു ക്രിസ്തുവിന്റെ ബലി. താഴ്മയുടെ ബലിയാണ്. ആ താഴ്മയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ താഴ്മയ്ക്കാണ് പവർ ഉള്ളത്. ആ ക്ഷമയ്ക്കകത്താണ് പവർ ഉള്ളത്. ആ ക്ഷമിക്കുന്ന ശക്തി, ക്ഷമയ്ക്കുണ്ടാകുന്ന ശക്തി. നമുക്ക് നെഗറ്റീവ് ഫോഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഫോഴ്സ് ഉണ്ട്.
എന്ന് പറഞ്ഞ പോലെ ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുക നെഗറ്റീവ് ഫോഴ്സ്. ക്ഷമിച്ചു കളയുക, അങ്ങനെ ക്ഷമിച്ചില്ല മറന്നു കളയുക. അതിനൊരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ ബുധനാഴ്ച ഡോക്ടർ സുനിലും മറ്റേ നമ്മുടെ ഷിബു ജേക്കബ് കൂടെ നടത്തിയ സംഭാഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിനെ, ആ ഡോക്ടറിന്റെ ചെറുപ്പകാലത്തില് അദ്ദേഹത്തെ ഒരു എട്ടുകാലിയെ തീപ്പിച്ച് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിപ്പിച്ച ആ വ്യക്തിയോട് അദ്ദേഹത്തിന് ഒടുങ്ങാത്ത പകയും ദേഷ്യവും ഉണ്ടായിരുന്നു. അതിനെ മാറ്റിക്കൊടുത്തത് ഈ ഗ്ലോറിയസ് സുവിശേഷം കേട്ടപ്പോൾ. ഇത് ഇവിടെ പറയുന്നത് സത്യമായ കാര്യങ്ങൾ. ഇവിടെ ആർക്കും നിരക്കാത്ത ഒരു പഠിപ്പീരും സഭയ്ക്ക് എതിരായിട്ടുള്ള ഒരു പഠിപ്പീരും ഇവിടെ ആരും ചെയ്യുന്നില്ല. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്ന ഇതാണ്, ഞാനും അങ്ങനെ ഈ പെന്തക്കോസ്ത് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് തിയോളജി ഒക്കെ പഠിച്ച് ദൈവത്തെക്കുറിച്ച് വികലമായി ഞാൻ സങ്കല്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൽ നിന്നും എന്നോടത്തിന് ഇവിടെ ഒരു ബ്രദറും സഹോദരനും ഒരു പെന്തക്കോസ്ത് IPC പാസ്റ്ററോട് രണ്ടുപേരും കട വന്നിട്ട് ഈ ഭവനത്തിൽ വന്ന് നാട്ടിൽ കാണാൻ വന്ന് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, താങ്കൾക്കൊക്കെ ഈ സമുദായ സഭയിൽ എങ്ങനെ നിൽക്കാൻ സാധിക്കും? കാര്യം നമുക്ക് അവര് പറയുന്നതന്നെ ഞാൻ അവരോട് അങ്ങോട്ട് പറയുക. കാര്യം ഞാൻ പഠിച്ചേക്കുന്ന ഇവരുടെ CD കേട്ടും ഇവരുടെ ഇതൊക്കെ തിയോളജിയാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇതോ അവൈലബിൾ ഉള്ളൂ മാർക്കറ്റിൽ. നമ്മളൊരു ദൈവത്തെ കുറിച്ച് പഠിക്കാൻ ചെന്നാൽ അവൈലബിൾ ഉള്ളത് ഇതോ ഉള്ളായിരുന്നു അന്ന്. ഇപ്പം ഒത്തിരി നമ്മുടെ സഭാ പഠനങ്ങളും ഒക്കെ ഒത്തിരി നല്ല രീതിയിൽ ഒത്തിരി ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. അന്നില്ലായിരുന്നു. അന്ന് ലഭിച്ചത് എന്താണ്? അന്ന് ലഭിച്ചത് ഈ തെറ്റായ ദൈവിക ജ്ഞാനങ്ങളെയാണ് അന്ന് സംഗ്രഹിച്ചത്. അപ്പം ഒരു വ്യക്തി തെറ്റായി ദൈവത്തെ അല്ലെങ്കിൽ സഭയുടെ പഠിപ്പീരിന് തെറ്റായി പഠിച്ചു പോയാൽ ആ വ്യക്തി എത്രമാത്രം ദോഷം ചെയ്യും. അതേ സമയത്ത് തന്നെ സഭയുടെ പഠിപ്പീരിനെ എത്ര നല്ല രീതിയിൽ ആ സഭയെ പഠിപ്പിക്കുന്ന പിതാക്കന്മാർ പഠിപ്പിച്ച കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ എത്രമാത്രം ഗുണം ചെയ്യും എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഞങ്ങളോട് ഇതൊക്കെ പഠിപ്പിക്കുന്ന പാസ്റ്റർ ഷിബു പീഡിയേക്കൽ. അദ്ദേഹം വളരെ ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ സഭയ്ക്ക്. അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട്. അതിന്റെ പ്രയാസത്തിലാണ് ഇന്ന് ഈ സഭയിൽ നിന്നും അങ്ങനെ വിട്ടുപോയ അദ്ദേഹം പഠിച്ചു. ഇതെല്ലാം തെറ്റാണ്, ഈ ശാസ്ത്രം, ഈ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം എല്ലാം തെറ്റാണ്, അടിസ്ഥാനമില്ലാത്തതാണ്, എല്ലാം പഠിച്ചിട്ട് സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടതായ സത്യവിശ്വാസത്തെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്നോ അത് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ പാസ്റ്റർ ഷിബു പീഡിയേക്കലിന്റെ മെസ്സേജ് കേൾക്കുന്നവര് അവരാരും തെറ്റിപ്പോയിട്ടില്ല, അവര് കറക്റ്റായിട്ട് വന്നിട്ടേ ഉള്ളൂ. എന്നാൽ സഭയ്ക്കുള്ളിൽ ഇന്ന് നടക്കുന്നതായ കാഴ്ച നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പുരോഹിതന്മാർ പോലും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഭാഗങ്ങൾ അവിടെ അത്രമാത്രം കയറി. ഒരു പുരോഹിതൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ അത് കേൾക്കുന്നതായ ജനങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കും? അവരും ആ രീതിയിലല്ലേ പ്രാർത്ഥിക്കും. അത്രമാത്രം മാരകമായ വിഷങ്ങൾ ഈ സഭയുടെ ഉള്ളിൽ ഇന്ന് കയറി കൂടിയിട്ടുണ്ട്. നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറിക്കകത്ത് എന്തുമാത്രം വിഷം കടത്തിയാണ് നമുക്ക് തരുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ നാട്ടില് ഈയിടെ മുളക് പൊടിയും മല്ലിപ്പൊടി അതിനകത്തുള്ള വിഷങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് കൊടുക്കുക. അവര് നമ്മുടെ സ്വന്തം മലയാളികൾക്ക് കൊടുക്കുക, വിറ്റ് പൈസ വാങ്ങിക്കുക എന്ന് ഓർത്ത് വയ്ക്കുക. സ്വന്തം സഹോദരങ്ങള് സ്വന്തം അവർക്ക് കൊടുക്കുക. തന്റെ മാതാവിനും പിതാവിനും ആ പൊടി തന്നെയല്ല അവരിലും കഴിക്കുന്നത്, സ്വന്തമല്ല എല്ലാവരും. അവർ ഇതൊക്കെയാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ഇതിനെയാണ് മാറ്റി, ഇതാണ് പിതാക്കന്മാർ പഠിപ്പിച്ച സത്യവിശ്വാസം. അവിടെ ഞാൻ ക്രൂശ് വരയ്ക്കുന്ന ഭാഗം വരെ പറഞ്ഞു, ഇവിടെ എല്ലാ അവഗണനയാണ്. കുരിശ് വരയ്ക്കുന്നത് ചുമ്മാ ഇങ്ങനെ എന്തോ കാണിക്കും, ദൈവത്തോട് സ്നേഹമില്ല. ഞാൻ ഇത് ദൈവത്തിന്റെ സമാധാനത്തിന്റെ അടയാളമാണ്, ഇത് സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ്. ആ സ്നേഹത്തെ വെച്ചുകൊണ്ട് നാം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം. അത് പിന്നെ ഈ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് ത്രിയേക ദൈവമാണ്. പരസ്പരം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഉള്ളിലാണ് എന്നെ സൃഷ്ടിച്ചത്. ആ ദൈവത്തെ ഞാൻ എത്ര അധികമായിട്ട് സ്നേഹിച്ചു പോകും. ആ ദൈവത്തിനെ എത്ര അധികമായിട്ട് ഞാൻ സ്തുതിക്കും, ആരാധിക്കും. അത് ഈ പരിശുദ്ധ സഭയിലൂടെ നമുക്ക് ലഭിക്കും. പരിശുദ്ധ മാതാവ് അതാണ് കാണിച്ചു തരുന്നത്. എലിസബത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ വന്ദനസ്വരം കേട്ടപ്പോൾ ആ ഉള്ളിലുണ്ടായ സ്നാപക യോഹന്നാനുണ്ടായ അനുഭൂതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈ വിശുദ്ധ മാതാവിന്റെ ഓർമ്മയെ സ്മരിക്കുന്ന, മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥത പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ ആശംസിച്ചുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ നടത്തുന്നത് അല്ലെങ്കിൽ പറയുന്നതായ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ വ്യക്തതയുണ്ട്, അതിൻ്റെതായ പ്രൂഫുകളുണ്ട്.
അതിനകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് വന്ന് നമുക്ക് സംസാരിച്ച് വിഷയങ്ങളൊക്കെ പരിഹരിച്ചെടുക്കാവുന്നതുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെയാണ് ഞാൻ ചതിയിൽപ്പെട്ടത്, ആ ചതിവിൽ നിന്ന് രക്ഷപ്പെടപ്പെട്ടത് ഈ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട്. ഈ പുസ്തകങ്ങൾക്കകത്ത്, ഈ പുസ്തകമാണ് 2000 വർഷങ്ങൾ ഉള്ളത്തോളം കാലം ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ആ ചരിത്രങ്ങൾ നമ്മൾ പിന്തുടരുന്നത്, അതിനകത്ത് മാറ്റമില്ല. എന്നാൽ മാറ്റി നമുക്ക് നമ്മളെ തെറ്റായി ധരിപ്പിച്ച് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല 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 ഇത് തന്നിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ചതിക്കുഴിയിൽ കൊണ്ടുപോയ ആളുകള് അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വഭവനത്തിലേക്ക് മുടിയനപുത്രന്റെ അനുഭവത്തിൽ നിന്നും ആ പന്നിക്കുഴിയിൽ നിന്നും യഥാർത്ഥ ഭവനത്തിൽ വന്ന് ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവനുള്ളവനായിരിക്കുന്നു. അപ്പൊ അതാണ് ജീവനുള്ള പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ മാതാവുണ്ട്, നിബിയന്മാരുണ്ട്, സ്ലീഹന്മാരുണ്ട്, സഹദന്മാരുണ്ട്, നമ്മുടെ എല്ലാ ശുദ്ധിമാന്മാരുണ്ട്, ശുദ്ധിമതികളുണ്ട്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്. ഓരോ കുർബാനയിലും അവരെല്ലാം നമ്മോടൊപ്പം വന്ന് സംബന്ധിക്കുന്നുണ്ട്. ഈ ഒരു ബലമാണ് നമ്മുടെ ബലം, ഈ ഒരു ശക്തി. അത് സഭയുടെ പ്രാർത്ഥന. അതിനകത്തുനിന്ന് ഒരിക്കലും ഒരു തരത്തിലും ഒരു അണുവിന് പോലും വ്യത്യാസം വരുത്തരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. അപ്പൊ അത് സഭ പഠിപ്പിച്ചേക്കുന്നത് വിരുദ്ധമായിട്ട് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ അഗൻസ്റ്റാണ് നിങ്ങൾ പോരാടുന്നത്. അല്ലെങ്കിൽ അല്ലാതെ സഭയ്ക്ക് അനുകൂലമായിട്ട് പറയുന്നവർക്ക് അഗൻസ്റ്റായിട്ട് അല്ല പ്രവർത്തിക്കുക. എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട്, പല തെറ്റായ പഠിപ്പിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ പറയുന്നത്. അതല്ല, അങ്ങനെ ഇല്ല, അങ്ങനത്തെ ആഗ്രഹമില്ല. കാര്യം നമ്മൾ ഇവിടെ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ സംഘടനയൊന്നും അല്ല. ഇതൊരു ബോധ്യമാണ്. ഒരു ബോധ്യത്തെ, കിട്ടിയ ബോധ്യത്തെ പരസ്പരം റിവീൽ ചെയ്യുക, പരസ്പരം ഷെയർ ചെയ്യുക, റിവീൽ ചെയ്ത കാര്യങ്ങൾ. അപ്പൊ ആ ബോധ്യം സഭയുടെ പഠിപ്പീരുമായിട്ട് വിരുദ്ധമാണ് എങ്കിൽ മാത്രമേ പറഞ്ഞാൽ മതി. സഭ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഇവിടെ ഞങ്ങൾ പറയാണ്ട് ആഗ്രഹിക്കുന്നില്ല, പറയുന്നുണ്ട്. അപ്പൊ ആ തെറ്റിദ്ധരിച്ചതിലേക്ക്, നിങ്ങളെ തെറ്റിദ്ധരിച്ചതിൽ ഞങ്ങൾ ഖേദമുണ്ട്. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഖേദമേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിനകത്ത് സങ്കടമേ ഉള്ളൂ. കാര്യം സത്യം എന്നും സത്യം തന്നെയാണ്. ആ സത്യം എന്നും നിലനിൽക്കും. അതിന് പ്രകാശമുണ്ട്, പവറുണ്ട്, അതിന് ശക്തിയുണ്ട്, ജീവനുണ്ട്. അപ്പൊ ആ ജീവനുള്ള പ്രാർത്ഥനകള് നിങ്ങൾക്കെന്നും അനുഗ്രഹവും സഹായവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ സാധാരണ രീതി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, നിന്റെ ജയമുള്ള ശ്രീവായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. മാതാവ് പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഇതൊക്കെ ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മൾ അവസാനം ചൊല്ലുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്നു പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം മാതാവ് അനുഭവിച്ചു. ഇതെല്ലാം മാതാവ് അനുഭവിച്ചു. മാതാവിന്റെ അനുഭവം, മാതാവിൽ നിന്നും നമുക്ക് ഒരു അമ്മ എപ്രകാരം നമ്മളെ കരുതി സ്നേഹിച്ച് തരുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ നാളുകളിൽ ലഭ്യമാവട്ടെ. ഈ വചനിപ്പ് പെരുന്നാൾ ഒരു പുതിയ ഒരു അനുഭവമായിട്ട് തീരട്ടെ. മാതാവിനുണ്ടായ ഒരു അനുഭവം, മാതാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം ആ കന്യാത്വത്തിന് ഒരു പങ്കും വരുത്താതെ ഒരു മകനെ കൊടുത്തു. ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഇതിനെ കേൾക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം കൂടെ പ്രാർത്ഥിക്കും: കർത്താവെ, ഈ സമയത്ത് ഈ ഭൂമിയിൽ കഷ്ടതയും പ്രയാസവും ദുഃഖവും സങ്കടവും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്നവരെ നിന്റെ സ്നേഹം കൊണ്ടും നിന്റെ സമാധാനം കൊണ്ടും നിന്റെ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രാർത്ഥന അവസാനിക്കും. അവസാനം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു കുരിശ് വരച്ച് ആമേൻ പറയും. ഞാനും അപ്രകാരം ആമേൻ പറയുന്നു. എന്നെ കേട്ട എല്ലാവർക്കും ഗ്ലോറിയസ് ഗോസ്പലിന്റെ നാമത്തിലുള്ള പ്രത്യേക സ്നേഹം നിങ്ങൾ അറിയിക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും തുണയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നിടും നേര ദേവം രാജതനൂജൻ മേവുമത മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ച ഭാഗ്യനിധി
മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ, ഭാഗ്യനിധി വാണിജനവാസം ചെയ്തൊരു ഭൂഷിതമാം നൗകേ, അംബരശില്പിയേറ്റേന്തി വ്രതശുദ്ധ്യാറ്റോരമലേ, നിസ്തുലമ മണിമന്ദിരമേ, ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോന നാഥൻ ധന്യൻ.